മേഖലയിലുണ്ടോ? ഒരു തരത്തിലുള്ള ആധുനിക സൗകര്യങ്ങളും കേരളത്തിലെ മലയോര മേഖലയിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ ദുര്യോഗം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് വലിയൊരു മാറ്റം സംഭവിക്കേണ്ടത്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, മലയോര മേഖലയിലെ ജനസംഖ്യ കുറവാണെങ്കിൽ കൂടി കേരളത്തിൻ്റെ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നതിൽ, കേരളത്തിലെ സാമ്പത്തിക രംഗത്ത് തീരദേശ മേഖലയേക്കാൾ ഏറെ കേരളത്തിന് സംഭാവന ഏറെക്കാലമായി നൽകിയിട്ടുള്ളത് മലയോരവാസികളാണ്, മലയോര മേഖലയിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ സ്പൈസസ്, കേരളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള കേരളത്തിൻ്റെ സ്പൈസസ്, ഏലവും കുരുമുളകും ചുക്കും ഇഞ്ചിയും ഒക്കെ കഷ്ടപ്പെട്ട് കൃഷി ചെയ്ത് കേരളത്തിന് വിദേശ നാണ്യം സമ്പാദിച്ചു കൊടുക്കുന്നത്, റബ്ബർ കൃഷി ചെയ്ത് കേരളത്തിന് വിദേശ നാണ്യം സമ്പാദിച്ചു കൊടുക്കുന്നത് മലയോര മേഖലയിലെ ആളുകളാണ്. പക്ഷേ ഈ മലയോര മേഖലയിലെ കൃഷിക്കാരുടെ, കേരളത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന മലയോര മേഖലയിലെ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമുക്ക് എന്തേ കഴിയാതെ പോയിട്ടുള്ളത്? ഈ കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിലെ മലയോര മേഖലയിലെ കർഷകർ അനുഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഏതെങ്കിലും പരിമിതികളുണ്ടോ? പ്രകൃതിയുടെ ഭാഗത്തുനിന്ന് ഒട്ടേറെ പ്രശ്നങ്ങളുണ്ടായി. ഇവിടെ നമുക്കറിയാം, വയനാട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഉണ്ടായിട്ടുള്ള അതിഭീകരമായിട്ടുള്ള നമ്മുടെ ചൂരൽമലയിൽ അടക്കമുണ്ടായിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങൾ, അതേ സമയത്ത് തന്നെ വന്യമൃഗങ്ങളുടെ ശല്യങ്ങൾ, മലയോര മേഖലയിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ പോലും കഴിയാത്ത വിധം കേരളത്തിലെ സാമൂഹിക സാഹചര്യം മാറിയിട്ടും കേരളത്തിലെ സംസ്ഥാന സർക്കാർ അനങ്ങാപ്പാറ നയം സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഇത്തരത്തിലൊരു പ്രതിഷേധ പരിപാടിയുമായി മുന്നോട്ട് പോകേണ്ടി വന്നിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, നിലമ്പൂരിന്റെ സവിശേഷമായ സാഹചര്യം പറയുന്ന സമയത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നിലമ്പൂരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത് നിലമ്പൂരിന്റെ റെയിൽ കണക്ടിവിറ്റി ആയിരുന്നു. ഒരുപക്ഷെ ഈ മലയോര മേഖലയുടെ സമഗ്രമായിട്ടുള്ള വികസനത്തിന് ഉതകുന്ന ഒരു പദ്ധതി എന്ന് പറയുന്നത് നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽപാതയാണ്. നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽപാത 100 വർഷമായി മുടങ്ങിക്കിടക്കുകയാണ്. 921 ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച നിലമ്പൂർ ഷൊർണൂർ റെയിൽപാത, അതിന്റെ 2ാമത്തെ ഫേസ് ആയിട്ട് നടപ്പാവേണ്ടിയിരുന്നത് നിലമ്പൂർ മുതൽ നഞ്ചങ്കോട് വരെയുള്ള റെയിൽപാതയായിരുന്നു. 100 വർഷക്കാലമായി ഇത് നടപ്പാക്കാൻ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാർ, ഐക്യ ജനാധിപത്യ മുന്നണി സർക്കാർ, കേന്ദ്ര സർക്കാരും കേരളവും ചേർന്ന് സംയുക്ത പദ്ധതിയായിട്ട് ഇത് നടപ്പാക്കാൻ വേണ്ടി തീരുമാനിക്കുകയും DMRC അതിന്റെ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തതാണ്. പക്ഷേ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ അധികാരത്തിൽ വന്നതോടുകൂടി നിലമ്പൂർ നഞ്ചൻകോട് പാതയെ അട്ടിമറിക്കുകയാണ് പിണറായി വിജയന്റെ സർക്കാർ ചെയ്തത്. ആ നിലമ്പൂർ നഞ്ചൻകോട് പാത ഒരിക്കലും വരാത്ത രീതിയിൽ അതിനെ അട്ടിമറിക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. എന്തിനു വേണ്ടിയാണ്? DMRC പ്രായോഗികമല്ല എന്ന് പറഞ്ഞ, DMRC ടെക്നിക്കൽ ഫീസിബിലിറ്റി ഇല്ല, ഫിനാൻഷ്യൽ വയബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞ തലശ്ശേരി മൈസൂർ പാതയ്ക്ക് വേണ്ടി രാഷ്ട്രീയമായിട്ടുള്ള മുതലെടുപ്പിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടാണ് നിലമ്പൂർ നഞ്ചൻകോട് പാതയെ അട്ടിമറിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ ഈ മലപ്പുറം ജില്ലയുടെയും വയനാടിന്റെയും മലയോര മേഖലയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ ആ ഒരൊറ്റ റെയിൽപാത കൊണ്ട് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നമ്മുടെ കുട്ടികൾക്ക് ബാംഗ്ലൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലേക്ക് പെട്ടെന്നെത്താൻ, നമ്മുടെ വ്യാപാര മേഖലയ്ക്ക് അഭിവൃദ്ധി ഉണ്ടാക്കാൻ, ആരോഗ്യ ചികിത്സാ രംഗത്ത് നൂതനമായിട്ടുള്ള സൗകര്യങ്ങൾ തേടി ബാംഗ്ലൂരിലേക്കൊക്കെ പോകുന്ന ആളുകൾക്ക് സൗകര്യമുണ്ടാക്കാൻ, എന്തിനേറെ നിലമ്പൂരിലെയും വയനാട്ടിലെയും ടൂറിസം കേന്ദ്രങ്ങൾക്ക് വരെ ഈ പുതിയ റെയിൽപാത വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഉപകാരം കിട്ടുമായിരുന്നു. പക്ഷെ അതിനെ മുഴുവൻ അട്ടിമറിക്കുന്ന സമീപനം ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മലയോര മേഖല എന്ന് പറയുന്നത്, മലയോരത്തെ ജനങ്ങൾ എന്ന് പറയുന്നത്, ഒരു കാലത്ത് കേരളം പട്ടിണിയോടും ദാരിദ്ര്യത്തോടും പടവെട്ടുന്ന സമയത്ത് ആ മലയോര ജനത ഈ പ്രദേശങ്ങളിലേക്ക് കുടിയേറി പ്രകൃതിയോടും വന്യമൃഗങ്ങളോടും പടവെട്ടുന്ന കാലത്ത് അവർ മലയാളികൾക്ക് ഹീറോ ആയിരുന്നു. ഇപ്പോ അന്നത്തെ സിനിമകളിലൊക്കെ നായകന്മാരാക്കി മലയോരത്തെ കർഷക ജനതയെ ചിത്രീകരിച്ചിരുന്നെങ്കിൽ ഇന്ന് മലയോര ജനതയെ വില്ലന്മാരായി ചിത്രീകരിക്കാൻ വേണ്ടിയാണ് ഇവിടെ ചില ആളുകൾ ശ്രമിക്കുന്നത്. ഒരു കാലത്ത് ഈ കേരളം ദാരിദ്ര്യത്തിലും പട്ടിണിയിലും കൂപ്പുകുത്തുന്ന സമയത്ത് മലയോര മേഖലയിൽ വന്ന് ഇവിടെ പടവെട്ടി പണിയെടുത്ത് ജീവിച്ച ഇവിടുത്തെ കർഷകരാണ് കേരളത്തെ പോറ്റി വളർത്തിയത് എന്നുള്ള കാര്യം നമ്മൾ മറന്നുകൂടാ എന്ന് മാത്രമേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ മലയോരത്തെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് കേരളത്തിലെ ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും ഓരോ പൊതുപ്രവർത്തകന്റെയും ഉത്തരവാദിത്തമാണ്. അതിൽ നിന്ന് പിന്തിരിഞ്ഞോടാൻ കേരളത്തിന്റെ സർക്കാരിനെ അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് കേരളത്തിന്റെ ബഹുമാനായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് UDF ഈ സമരജാഥ
സമരജാഥ തുടങ്ങിയിട്ടുള്ളത്. ഈ സമരജാഥയ്ക്ക്, സമരനായകന് എൻ്റെ എല്ലാ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. പ്രിയമുള്ളവരെ, ഇന്ത്യ രാജ്യത്തിന്റെ സൃഷ്ടിത്വത്തിന് നേതൃത്വം കൊടുത്ത ഇന്ത്യയുടെ ആദ്യത്തെ രക്തസാക്ഷി, ഇന്ത്യൻ മതേതരത്വത്തെ തകർക്കുന്നതിന് വേണ്ടി കാബാലികരുടെ വെടിയുണ്ടക്ക് ജീവൻ നൽകേണ്ടി വന്ന, സ്വജീവൻ കൊടുത്തുകൊണ്ട് എന്റെയും നിങ്ങളുടെയും രാജ്യത്തിനെ ശക്തിപ്പെടുത്തുന്നതിനും രാജ്യത്തിന്റെ ജനാധിപത്യ മതേതരത്വം ഉറപ്പിക്കുന്നതിനും ജീവാർപ്പണം നടത്തിയ മഹാനായ ബാപ്പുജി മഹാത്മാഗാന്ധിയുടെ സ്മരണയ്ക്ക് മുമ്പിൽ ശിരസ് നമിക്കുന്നതിന് വേണ്ടി എല്ലാവരും 1 മിനിറ്റ് മൗനമാചരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. തുടർന്ന് സംസാരിക്കുന്നതിന് വേണ്ടി മലയോര മേഖലയുടെ MLA കൂടിയായ ശ്രീ PK ബഷീർ അവരെ ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന ഐക്യ ജനാധിപത്യത്തിലൂടെ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഞാൻ 2 വാക്ക് പറയണമെന്നുള്ളത് അനിലിനോടും കരീമിനോടും കൺവീനറോടും പറയാണ്. ഒന്നുമില്ല, എല്ലാവരും മലയോർക്കര് 2-3 വിഷയങ്ങളുണ്ട്. ഒന്ന്, ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ നമ്മൾ ഈ നിയമങ്ങളൊക്കെ മാറ്റിമറിക്കും ഒക്കെ പറഞ്ഞു. എനിക്ക് നിങ്ങൾ പറയണത്, ഒന്ന് നാട്ടിക്ക് ആന ഇറങ്ങണം, നാട്ടിക്ക് പുലി ഇറങ്ങണം, നാട്ടിക്ക് പന്നി ഇറങ്ങണം, അതിനേക്കാൾ അപ്പുറം തെരുവ് പട്ടികളും. ഇതൊക്കെ നമ്മൾ അനുഭവിക്കുകയാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, തെരുവ് പട്ടികളുടെ ഇതിൻ്റെ കാര്യത്തിന് വേണ്ടി ഞാൻ അസംബ്ലിയിൽ ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിച്ചപ്പോൾ മന്ത്രിൻ്റെ മറുപടി എന്താ അറിയുക, അതിനെ പിടിച്ചിട്ട് അതിനെ വന്ധീകരണം നടത്തി എവിടുന്നാണോ പിടിച്ചത് 5 ദിവസം കഴിഞ്ഞ് സെൽറ്ററിൽ നിന്ന് ഇവിടുന്നാണോ പിടിച്ചത് ഇവിടെ കൊണ്ടുവരുന്നതാണ്. അപ്പം ഞാൻ മന്ത്രിനോട് തന്നെ, അതേ വന്ധീകരണം നടത്തിയ പെറൂലെന്നുള്ളൂ പറഞ്ഞു. അപ്പം എല്ലാവർക്കും സംശയം. അപ്പം ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു, ബഷീർ അതിന് മലയാളം പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ പ്രസവം നോൽക്ക് മനസ്സിലാക്കി കൊടുത്താണ്. അവസാനം ഞാൻ മന്ത്രിനോട്, അത് തൊള്ളോണ്ടാണ് കടിക്കുക, അല്ല വന്ധീകരണം നടത്തിയിട്ട് യാതൊരു കാര്യമില്ല. അപ്പം അതേമാതിരിയാണ് നമുക്കിതിനൊക്കെ ഒരു നിയമം ഉണ്ടാകണം. അതുപോലെ തന്നെ മലയോര മേഖലയിൽ നിങ്ങൾക്ക് മാത്രമല്ല, മലയോര മേഖലക്കൊക്കെ നമുക്ക് നാട്ടുകാർക്കൊക്കെ പ്രശ്നമാണ്. ഇവിടെ ചുങ്കത്തറങ്ങാടിക്ക്, ആമ്പാടത്ത്, എടക്കരങ്ങാടിയിൽ ഒക്കെ ആന ഇറങ്ങുന്നില്ലേ. ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം, അവനാനെ മക്കളെ ആക്രമിച്ച അവനാൻ്റെ പരിക്കുന്ന നിങ്ങളെ നേരിട്ടോടി, ബാക്കിയൊക്കെ നമ്മൾ നോക്കിക്കോളാം. നിങ്ങളതിനെങ്ങനെ വില പറയണമെന്നില്ല. അങ്ങനെ നിയമം പറഞ്ഞിട്ടൊന്നും നടക്കൂല. ആര് വിചാരിച്ചാൽ നടക്കുക? ഞാൻ ചോദിക്കട്ടെ, അവനാൻ്റെ കുട്ടിയെ നായിയാണ് കടിച്ചിട്ട് ആ നായിനാണ് തച്ചു കൊന്നില്ലെങ്കിൽ അതിന് വേപ്പുണ്ടെന്ന് നമുക്ക് ആർക്കെല്ലാം അറിയാം. നമ്മൾ നിയമം കാര്യങ്ങളൊക്കെ നടക്കണില്ല. അതുപോലെ തന്നെയാണ് ഈ ഫോറസ്റ്റിലെ പ്രശ്നങ്ങളും. ഇപ്പം ആരെങ്കിലും ഒരു കൂന് പറിച്ചാൻ പോയി, ഇപ്പം ഇന്നാൾ കൂന് പറിച്ചാൻ പോയപ്പോൾ എന്തായി, പിന്നെ കരിയപുരത്ത് കരടി പോലെ പിടിച്ചു. സംഗതി ഇപ്പോൾ ഒരു ഫോറസ്റ്റ് കയറിയത് അപകടം. പിന്നെ അതിൻ്റെ മഹസർ ആ കരടി 4 ആൾ പോയി, 3 ആൾ രക്ഷപ്പെട്ട്, ഒരുത്ത മരത്തപ്പ കയറി ഓൻ്റെ കാലുമേ അത് കരടി കടിച്ച് അവിടെ നിന്നു. അത് കഴിഞ്ഞാണ് പിന്നെ ആൾക്കാർ രക്ഷപ്പെടുത്തി. പിന്നെ ഫോറസ്റ്റുകാർ കൊണ്ടുപോവുകയാണ്, മോനെ അതിൻ്റെ മഹസർ ചെയ്താൽ മതി എവിടേക്ക്, ആ കാട്ടിക്ക് തന്നെ. ഞാൻ രാവിലെ വിളിച്ചിട്ടാണ് അങ്ങോട്ട് പോകണ്ടോ പറഞ്ഞു. കാരണം നമുക്ക് നോക്കാം സാർ. പോയപ്പോൾ ഫോറസ്റ്റുകാരെ മേലെ കരടി അടിച്ചാടി. എനിക്ക് സമാധാനമായി. കാരണം എന്താ വെച്ചാൽ, കാരണം ഓരോന്ന് പഠിച്ചോണ്ട് ഈ വേദനയും ബുദ്ധിമുട്ടും എല്ലാവരും അറിയണം. ഇതിലൊന്നൊരു വിഷയമല്ല. അതൊക്കെ നിങ്ങൾ പറഞ്ഞാൽ നാട്ടുകാരെ വികാരം നിങ്ങൾ നേതാക്കന്മാരെ അറിയണം. അതുകൊണ്ടാണ് ഞാൻ അത് പച്ചയായിട്ട് പറയണമെന്നില്ല, നിങ്ങൾ മനസ്സിലാക്കണം. അല്ല എന്താ അറിയോ, ഇത് അവിടെ തന്നെ ഉദ്യോഗസ്ഥന്മാരും ഉണ്ടായിരുന്നില്ല. ഇപ്പം ഈ വനനിയമം എന്താ, അത് തൽക്കാലം നിർത്തി വെച്ചിട്ടുള്ളൂ. നമ്മൾ പെരിയുന്നൊരു തേനുണ്ടാക്കി, ആ തേന് നിങ്ങൾ നിലമ്പൂർ അങ്ങാടിക്ക് അല്ലെങ്കിൽ മഞ്ചേരി കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ ഇടവണ്ണ കൊണ്ടുപോയിട്ട് വിൽക്കാൻ പോയാൽ ഏതെങ്കിലും ഒരു ബീറ്റ് ഫോറസ്റ്റോ ഒരു ഗാർഡോ കണ്ടാൽ ഓന് തോന്നുകയാണ് അത് വനത്തുനിന്നാണ് ശേഖരിച്ചതാണ്. ഓൻ്റെ പേരിൽ കേസെടുത്തിട്ട് ഒരു ജാമ്യമില്ലാതെ ഓനെ അറസ്റ്റ് ചെയ്യാം. നിങ്ങൾ ആലോചിച്ച് നോക്കാണി എവിടേക്കാണ് ഇതിൻ്റെ പോക്ക്, നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പം ഈ നിയമത്തിന് ഒരുപാട് അപാകതയുണ്ട്. പിന്നെ അഥവാ നമ്മളൊന്ന് പോയ ആരതാ, അത് പടച്ചോണ്ടാ, അത് പിന്നെ ഇപ്പോൾ ഫോറസ്റ്റുകാരാ. ഇവിടെ ചാലിയാറിന് മീൻ പിടിച്ചാൽ ഫോറസ്റ്റുകാരന് കേസ് എടുക്കുക. ഏതൊരിക്കുന്ന നിയമമാണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാണി. എന്തെങ്കിലും തിന്നാൻ പറ്റുമോ? അപ്പം നമുക്ക് ഇതൊക്കെ മാറണം. ഇതൊക്കെ മാറണമെങ്കിലോ നിങ്ങളൊന്ന് ഉഷാറാകണം. ഐക്യ ജനാധിപത്യത്തിന് ആര്യാടൻ സാറേ 34 കൊല്ലം ഈ നിയോജക മണ്ഡലത്തിൻ്റെ MLA ആയിരുന്നു.
8 കൊല്ലം നമുക്ക് ഈ നിയോജകമണ്ഡലം നഷ്ടപ്പെട്ടു. ഐക്യ ജനാധിപത്യം നിങ്ങളൊക്കെ ഒന്ന് ഉഷാറായിട്ട് വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിങ്ങനെ കൈയടിച്ചിട്ട് കാര്യമില്ല. ആ പോളിംഗ് ബൂത്ത് പോയി കാണും വോട്ട് ചെയ്യും വേണം. ആ നേരത്തെ ഇങ്ങനെ ഉടഞ്ഞിരിഞ്ഞാൽ പറ്റൂല. ആ നേരത്തെ ഉടഞ്ഞിരുന്നാൽ മതി. എനിക്കറിയാലോ എല്ലാവരും സ്വഭാവം ഒപ്പം നടന്നുകൊണ്ടാണ് വള്ളിവെക്കും. പിന്നെ എങ്ങനെ നടക്കുക? ഇതിനേക്കാളും വലിയ ഇലക്ഷൻ നടന്നില്ലല്ലോ. ഇവിടെ ഭയങ്കര ശക്തമായ മത്സരം നടന്നില്ലേ. ഇവിടെ കോൺഗ്രസ്സേയും ലീഗും ഒറ്റക്ക് നിന്നാട് മത്സരിച്ച് ആര്യാട് സാർ അപ്പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. അന്നൊരു വോട്ടിന് കണക്കുണ്ടായിരുന്നു. പിന്നെ എല്ലാ ശക്തമായ മത്സരം വന്നപ്പോൾ ഉണ്ടായിരുന്നു. എങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം തോറ്റിട്ടുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ്സുകാരോടും ലീഗുകാരോടും കേരള കോൺഗ്രസോടും ഒരുമിച്ച് നിന്നുകൊണ്ട് വരാൻ പോകുന്ന സത്തുണ്ണ എതിരാളി നേരിടാൻ എല്ലാവരും കൂടെ നഷ്ടപ്പെട്ട നിലമ്പൂരിന്റെ പ്രതാപം തിരിച്ചു പിടിക്കാൻ ഈ മലയോര മേഖല ഉപകാരപ്രദമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. നന്ദി. ജയ്. JSSന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ രാജൻ ബാബു അവരെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ജനാധിപത്യ വിശ്വാസികളെ നേതാക്കന്മാരെ, കേരളത്തിലെ എല്ലാ ജില്ലകളിലും മനുഷ്യ വന്യമൃഗ സംഘർഷം ഓരോ വർഷം കഴിയുമ്പോഴും ഓരോ മാസം കഴിയുമ്പോഴും ഓരോ ദിവസം കഴിയുമ്പോഴും കൂടിക്കൂടി വരികയാണ്. ഞങ്ങൾ ഈ ജാഥ ആരംഭിച്ചപ്പോൾ ഒന്നാമതായി ആവശ്യപ്പെട്ടിരുന്നത് ഇപ്പോഴത്തെ വന ഭേദഗതി നിയമം പിൻവലിക്കുക എന്നുള്ളതാണ്. ഒരു നല്ല തുടക്കം പകുതി വിജയമാണ് എന്ന് പറയുന്നത് പോലെ അത് ഈ ജാഥ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഗവൺമെൻറ്റിന് പിൻവലിക്കേണ്ടി വന്നത് ഈ ജാഥയുടെ ഒന്നാമത്തെ നേട്ടമായി തന്നെ ഞങ്ങൾ കരുതുകയാണ്. വന്യമൃഗങ്ങളുടെ ആക്രമണം കൊണ്ട് മനുഷ്യജീവൻ പൊലിയുന്നുവെന്ന് മാത്രമല്ല, വിളനാശം, വളർത്തുമൃഗങ്ങളുടെ നാശം, വസ്തുവകകളുടെ നാശം ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല, ജോലിസ്ഥലത്ത് പോകാൻ കഴിയുന്നില്ല. 24 മണിക്കൂറും മരണഭീതിയിൽ കഴിയേണ്ട ഒരവസ്ഥ ഒരു ജനതയ്ക്കുണ്ടാകാമെന്ന് പറഞ്ഞാൽ അതിൽക്കാൾ ഭീകരമായ ഒരു അന്തരീക്ഷമുണ്ടോ? എന്നാൽ സർക്കാർ കണ്ണു തുറക്കുന്നില്ല. ഇതെല്ലാമായിട്ടും ഇപ്പോഴേണ്ട 1000-ൽ പരം മരണം ഇതിനോടകം നടത്തിയിട്ടുണ്ട്. 60,000-ൽ പരം ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. 2006-ലെ 41 കടുവയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ വർദ്ധിച്ച് 213 കടുവകളായി വർദ്ധിച്ചു. ഓരോ കടുവയ്ക്കും എല്ലാം ഇത്ര മാത്രം സ്ഥലം ആവാസ കേന്ദ്രം വേണമെന്നുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും സർക്കാർ കണ്ണു തുറക്കുന്നില്ല. ഒരു ഗവൺമെൻറ്റിൻ്റെ, ഒരു സർക്കാരിൻ്റെ പ്രാഥമികമായ കടമയെന്ന് പറയുന്നത് ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുക എന്നുള്ളതാണ്. സെൽഫ് ഡിഫൻസ് ഇതേതാ ഇന്ത്യൻ ശിക്ഷാ നിയമം ഓരോ മനുഷ്യനും ഓരോ പൗരനും സ്വയം രക്ഷാ അവകാശം കൊടുക്കുന്നുണ്ട്. ഒരു മനുഷ്യനെ ആക്രമിക്കുകയാണെങ്കിൽ അങ്ങോട്ട് ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ആ മനുഷ്യൻ്റെ മരണമാണെങ്കിൽ ആക്രമിക്കുന്ന മനുഷ്യനെ കൊല്ലാൻ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുവദിക്കുന്നുണ്ട്. അത്തരം കൊലപാതകങ്ങൾ ഒരു കാരണവശാലും കുറ്റകരമല്ല. എന്നാൽ മനുഷ്യജീവൻ ഭീഷണിയായി വരുന്ന മൃഗങ്ങളെ കൊല്ലാനുള്ള അവകാശം ഇല്ല എന്ന് പറഞ്ഞാൽ എന്തു നീതിയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്? ഇവിടെ കഴിഞ്ഞ ദിവസം ഇവിടെ കടുവ ആക്രമിക്കുമ്പോഴും ഒക്കെ നമ്മുടെ ബഹുമാനപ്പെട്ട വനവകുപ്പ് മന്ത്രി പറയുന്നത് ഞങ്ങൾക്കതിനൊന്നും പരിഹാരം കാണാനില്ല,
കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുമതിയില്ലാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഇവിടെ അധികാരമില്ല എന്ന് പറഞ്ഞ മന്ത്രി പറഞ്ഞത്, ഞാൻ വയനാടിന് പോകുന്നതിന് മുൻപ് രാധയെ കൊന്ന കടുവയെ വെടിവെക്കാൻ ഉത്തരവിട്ടിട്ടാണ് ഞാൻ പോകുന്നതെന്ന് പറഞ്ഞു. ഈ അധികാരം എവിടുന്ന് കിട്ടി മന്ത്രിക്ക്? ഇന്നലെ വരെ ഞങ്ങൾക്ക് അധികാരമില്ല എന്ന് പറഞ്ഞ മന്ത്രി കടുവയെ കൊല്ലാനായി വെടിവെക്കാൻ ഉത്തരവിട്ടിട്ടാണ് ഞാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു നിയമം നിലവിലുണ്ട്. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ നിയമം 1972 കൊണ്ടുവന്ന വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന് പ്രകാരം, അതിൻ്റെ 11-ാം വകുപ്പ് പ്രകാരം ഡേഞ്ചറായിട്ടുള്ള ഒരു മൃഗത്തെ കൊല ചെയ്യുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് അധികാരം കൊടുക്കുന്നുണ്ട്. ആ വകുപ്പിൻ്റെ 5(2) പ്രകാരം ഒരു ഡേഞ്ചറായിട്ടുള്ള ആനിമലിനെ കൊല്ലുന്നതിനുള്ള വൈൽഡ് ലൈഫ് വാർഡന്റെ അധികാരം കീഴോട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാനുള്ള അധികാരവുമുണ്ട്. ഒരു പരിധിവരെ ഉദ്യോഗസ്ഥന്മാർക്കാണ്. അപ്പോൾ അത് അനുസരിച്ചാണ്. അപ്പോൾ ഞങ്ങൾ പറയുന്നു, തന്നെ കൊല്ലാൻ വരുന്ന മനുഷ്യനെ കൊല്ലാൻ കഴിയുന്ന അവകാശമുണ്ടെങ്കിൽ തങ്ങളെ ആക്രമിക്കുന്ന കടുവയെ കൊല്ലാനുള്ള ഒരവകാശം കൂടി ഈ നിയമങ്ങളിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് കൊണ്ടുവരണമെന്നാണ് UDF ആവശ്യപ്പെടുന്നത്. ഇവിടെ ഗവൺമെൻറ്റിന് ഈ യാത്രയെന്ന് പറയുന്നത് വെറൊരു പ്രതിഷേധ യാത്രയല്ല. ഇതിനുള്ള ഒരു പരിഹാരം നിർദ്ദേശിച്ചുകൊണ്ട് തന്നെയുള്ള ഒരു യാത്രയാണ്. ഞങ്ങൾക്ക് വ്യക്തമായ പരിപാടികൾ ഞങ്ങൾ ആവർത്തിക്കുന്നുണ്ട്. ഇത് തടയുന്നതിനു വേണ്ടി സോളാർ പവർ ഫെൻസിങ്, കഴിഞ്ഞ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ ആറളം ഫാമിൽ ആനയുടെ ശല്യമുണ്ടായപ്പോൾ അവിടെ ആനമതിൽ പണിയുന്നതിന് 16 കോടി രൂപയാണ് ഉമ്മൻചാണ്ടി സാങ്ഷൻ ചെയ്യുന്നത്. ഇവിടെ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളെ നേരിടുന്നതിന് വർഷം തോറും ബഡ്ജറ്റിൽ തുക കുറഞ്ഞു വരികയാണ്. വർഷം തോറും അക്രമങ്ങൾ കൂടിയും വരികയാണ്. ബഡ്ജറ്റിൽ ഉള്ള പണം തന്നെ അതിനുവേണ്ടി ചിലവഴിക്കുന്നില്ല. അതുപോലെ തന്നെ എലിഫന്റ് പ്രൂഫ് ട്രെഞ്ചുകൾ ഉണ്ടാക്കണം. ഈ രീതിയിൽ വ്യക്തമായ നിർദ്ദേശങ്ങൾ വെച്ചുകൊണ്ടാണ് ഈ ജാഥ പോകുന്നത്. അതുകൊണ്ട് അത് മാത്രമല്ല, ആധുനിക ഉപകരണങ്ങളുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് ഉപരിതല പര്യവേഷണവും അതോടൊപ്പം തന്നെ വന ഉദ്യോഗസ്ഥന്മാരുടെ പെട്രോളിങ്ങും അവർക്കാവശ്യമായ വാഹനങ്ങളും അവർക്കുള്ള പരിശീലനവും കൊടുത്താൽ, ഇത് വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ അത് സ്ഥലത്തെ പൗരമുഖ്യരെയും പഞ്ചായത്ത് അംഗങ്ങളെയും സംഘടനാ നേതാക്കന്മാരെയും അലർട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്യാൻ കഴിയാമായിട്ടും ഈ ഗവൺമെൻറ് യാതൊന്നും ചെയ്യുന്നില്ല. ഇത് ഗവൺമെൻറ്റിൻ്റെ കണ്ണു തുറപ്പിക്കാനുള്ള യാത്രയാണ്. ഈ യാത്രയ്ക്ക് ഇത്രമാത്രം സ്വീകരണം നൽകിയ ഈ നാട്ടുകാരോട് UDFിൻ്റെ പേരിൽ എനിക്കുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ യാത്രയ്ക്ക് എല്ലാ ആശംസകളും JSSന് വേണ്ടി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് UDF. യുവജനങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ ജീവിക്കുന്ന യുവരക്തം MP ശ്രീ ഷാഫി പറമ്പിൽ അവർ തുടർന്ന് സംസാരിക്കും. ദയവേദി ഈ കൂട്ടം കൂടി നിൽക്കുന്ന ആളുകൾ ഒന്നുകിൽ ഈ ഭാഗത്തേക്ക് മാറുക. അവിടെ നിൽക്കുന്ന ആളുകൾക്ക് പ്രയാസം, ഇരിക്കുന്ന ആളുകൾക്ക് ഒന്ന് മാറുക, ദയവേദി മാറുക. പത്രക്കാർ ഒഴിച്ച് ബാക്കിയുള്ള ആളുകളൊക്കെ ഒന്ന് അങ്ങോട്ട് മാറി നിൽക്കുക. ബാക്കിൽ നിൽക്കുന്ന ആളുകൾക്ക് കാണാൻ സൗകര്യം വേണം.
താങ്ക് യു. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാ, നമ്മുടെ മൈക്ക് ഇത്തിരി ലൂസായാലും കേടായാലും കുഴപ്പമൊന്നുമില്ല എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഈ ലോകം കണ്ട ഏറ്റവും വലിയ ശ്രീരാമഭക്തനും അതേസമയം തന്നെ ഈ ലോകം കണ്ട ഏറ്റവും വലിയ മതേതരവാദിയുമായിരുന്ന മഹാത്മാവിൻ്റെ നിറമാറിലേക്കും RSS ആശയങ്ങളുടെ വെടിയുണ്ട പതിഞ്ഞ് ധീര രക്തസാക്ഷിത്വം വഹിച്ചതിൻ്റെ ദിനത്തിലാണ് നമ്മൾ ഈ സംഗമത്തിൽ ഒത്തുകൂടുന്നത്. വർഗീയതയ്ക്കെതിരായിട്ടുള്ള, ഫാസിസത്തിനെതിരായിട്ടുള്ള നമ്മുടെ പോരാട്ടങ്ങളെ ഒന്നുകൂടെ കരുത്തുറ്റതാക്കി മാറ്റാനുള്ള പ്രതിജ്ഞയോടുകൂടി മഹാത്മാവിൻ്റെ ധീര രക്തസാക്ഷിത്വത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഈ നാടിൻ്റെയും ഈ സംഗമത്തിൻ്റെയും എല്ലാം വലിയ ലക്ഷ്യം, ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് വർഗീയ ഫാസിസ്റ്റ് സർക്കാരിൽ നിന്നും ഈ രാജ്യത്തിന് മോചനമുണ്ടാവണം എന്നുള്ള പോരാട്ടം തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഈ ജാഥയുമായി ബന്ധപ്പെട്ട ആമുഖമായിട്ട് തന്നെ പറയാൻ ആഗ്രഹിക്കുക. മലയോര മേഖലയിലെ ജനങ്ങളെ വന്യമൃഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കണമെങ്കിൽ കേരളത്തെ ഈ ഗവൺമെന്റിൽ നിന്ന് മോചിപ്പിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ആദ്യത്തെ അജണ്ട. കേരളത്തെ ഈ ഗവൺമെന്റിൽ നിന്ന് മോചിപ്പിക്കാനുള്ള പോരാട്ടത്തിൻ്റെ അടുത്ത ഉത്തരവാദിത്വം വന്നു ചേർന്നിരിക്കുന്നത് നിങ്ങളുടെ കൈകളിലാണ്. തൃക്കാക്കരയിലെ ജനങ്ങൾ ഏറ്റെടുത്ത ഉത്തരവാദിത്വം, അതുപോലെ തന്നെ പുതുപ്പള്ളിയിലെ ജനങ്ങൾ ഏറ്റെടുത്ത ഉത്തരവാദിത്വം, നിങ്ങൾ ഉൾപ്പെടെയുള്ള വയനാട്ട് ജനങ്ങൾ കഴിഞ്ഞ ദിവസം ഏറ്റെടുത്ത ഉത്തരവാദിത്വം, പാലക്കാട്ടെ ജനങ്ങൾ റെക്കോർഡ് ഭൂരിപക്ഷത്തോടു കൂടി BJPയെയും CPMനെയും, കുറച്ചുകൂടെ എളുപ്പത്തിൽ പറഞ്ഞാൽ CJPയെ പരാജയപ്പെടുത്തി പാലക്കാട്ടെ ജനങ്ങൾ ഏറ്റെടുത്ത ഉത്തരവാദിത്വം, നമ്മുടെ പ്രിയപ്പെട്ട സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ള ആളുകൾ വെറുപ്പിന്റെ ആശയത്തെ ഉപേക്ഷിച്ച് സ്നേഹത്തിന്റെ കൂടാരത്തിലേക്ക് കടന്നു വരാനെടുത്ത തീരുമാനം പരാജയപ്പെട്ടു പോയെങ്കിൽ പോലും 39,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നിന്ന് 13,000-ലേക്ക് ലീഡ് കുറച്ച് ചേലക്കരയിലെ ജനങ്ങൾ പോലും നടത്തിയ പോരാട്ടം, എല്ലാത്തിൻ്റെയും ഒടുവിൽ ഇപ്പം നിലമ്പൂരിന്റെ കോർട്ടിൽ ബോള് വന്നിരിക്കുകയാണ്. ഒരു സംശയവും വേണ്ട, ഇനി നിലമ്പൂരിൽ ഒരു MLA ഉണ്ടാകുമെങ്കിൽ അത് ഐക്യജനാധിപത്യ മുന്നണിയുടേതായിരിക്കുമെന്നുള്ള ഉറച്ച തീരുമാനം ഈ നാട്ടിലെ ജനങ്ങൾ എടുക്കേണ്ടതിന്റെ ഒരു കാരണം കൂടി ബോധ്യപ്പെടുത്തിയാണ് ഈ ജാഥ ഇവിടേക്ക് കടന്നു വരുന്നത് എന്ന കാര്യത്തിന് സംശയം വേണ്ട. മൃഗങ്ങളെ കാട്ടിൽ കയറ്റണം, ഇവരെ ആട്ടിയിറക്കണം എന്നുള്ളതാണ് നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുപോലെ ജനവിരുദ്ധമായിട്ടുള്ള ഒരു സർക്കാർ ഈ നാട് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കണ്ടു, വയനാടിൽ കടുവ കടിച്ചു കൊടുന്ന രാധ എന്ന് പറയുന്ന ആ ചേച്ചിയുടെ അവസ്ഥ, കുടുംബത്തിന്റെ അവസ്ഥ, നാട് വിറങ്ങലിച്ചു നിൽക്കുമ്പോ കടുവയെ പേടിക്കുന്ന മലയോര ജനങ്ങളെ പോലെ തന്നെ ഈ ഗവൺമെന്റിനെ പേടിക്കുന്ന ജനങ്ങളും ഈ നാട്ടിൽ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അത് നടന്നുകൊണ്ടിരിക്കുമ്പോ കോഴിക്കോട്ടങ്ങാടിയിലെ സ്റ്റേജിൽ കയറി അവിടെ ചെല്ലുന്നതിന് മുമ്പ് പാട്ടുപാടാൻ കാണിച്ച മനസ്സുണ്ട്. അതാണ് ഈ ഗവൺമെന്റിന്റെ ആറ്റിറ്റ്യൂഡ്. ആ ആറ്റിറ്റ്യൂഡിനെ ഈ നാട്ടിലെ ജനങ്ങൾ തിരുത്തിയിരിക്കുമെന്നുള്ള കാര്യത്തിന് ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഞാൻ എന്തിനാ മാനന്തവാടിയിലേക്ക് പോകുന്നത്? എന്റെ മുമ്പിലിരിക്കുന്നത് ആരാ? ഈ സംഗമത്തിന്റെ മുമ്പിലിരിക്കുന്നത് ആരാ? കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിക്കാൻ കൂലിപ്പണിക്ക് പോകുന്ന ഒരു കുടുംബത്തിന്റെ നാഥനെ, മണി എന്ന് പറയുന്ന ഈ നാടിന്റെ മകനെ. നിങ്ങൾക്കറിയാം, വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട് കുടുംബത്തിന്റെ നാഥൻ പോയതിന്റെ സങ്കടം പേറി ഈ സംഗമത്തിന്റെ മുമ്പിൽ ഈ കുടുംബം ഇന്നും കണ്ണീരണിയുന്നുണ്ടെങ്കിൽ ആ കണ്ണീരിനെ കാണാതിരിക്കുന്ന, അതിനെ വകവെക്കാതിരിക്കുന്ന, അതിനെ തിരിഞ്ഞു നോക്കാതിരിക്കുന്ന, ആ കണ്ണീരിന് ന്യായങ്ങൾ ചമക്കുന്ന, അതിന് പകരം വേദിയിൽ പാട്ടുപാടുന്ന ആ ഗവൺമെന്റ് ഈ കണ്ണീരിൽ ഒലിച്ചു പോകും എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും ഉണ്ടാവാൻ പാടില്ല. അവരുടെ കുടുംബം, അവരുടെ എല്ലാം അവരെ നോക്കിയിരുന്ന, അവരെ പരിപാലിച്ചിരുന്ന പ്രിയപ്പെട്ട മണി എന്ന് പറയുന്ന ഒരു സഹോദരനെ
അവർക്ക് മാത്രമല്ല ഈ നാടിന് നഷ്ടപ്പെട്ടത് ഇവരുടെ അനാസ്ഥ മൂലമാണെന്നുള്ള കാര്യത്തിന് സംശയമുണ്ടോ? ഈ അനാസ്ഥക്കെതിരായിട്ടുള്ള പോരാട്ടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ഒരു ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്ന മലയോര ജനതയുടെ വേദന അതാണ് ഇവിടുത്തെ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. പ്രിയപ്പെട്ട KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്ത് ഈ ജാഥ പ്രിയങ്കരനായ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം നയിച്ചുകൊണ്ട് ഓരോ ഇടങ്ങളിലേക്കും വരുമ്പോ ഈ വേദന പ്രിയപ്പെട്ട VD സതീശൻ നയിക്കുന്ന UDFന്റെ ഈ ജാഥ പങ്കുവെക്കുന്ന വേദനയുടെ നേർചിത്രമാണ് ഈ വേദിയുടെ മുമ്പിൽ നമുക്ക് കാണേണ്ടതായിട്ട് വരുന്നത്. അതുപോലെ തന്നെ മൂത്തയെടുത്ത് ഉച്ചക്കുളത്ത് മരിച്ച സരോജിനി എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ കുടുംബം ഈ സംഗമത്തിൽ വന്നിരിക്കുകയാണ്. അവരുടെ കുടുംബവും ഈ സംഗമത്തിൽ വന്നിരിക്കുന്നു. അവർക്കൊക്കെ നഷ്ടപ്പെട്ടു പോയത് ഇനി തിരിച്ചു കിട്ടില്ല. മറ്റൊരാൾക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാനുള്ള ജാഗ്രത ഇവിടുത്തെ ഭരണകൂടം കാണിക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. അവർ ചോദിക്കുന്നു, നാട്ടിലെ ജനങ്ങൾ ചോദിക്കുന്നു. ഞാൻ കേരളത്തിലെ നിയമസഭയിൽ ഒരു അംഗമായിരിക്കുമ്പോ ഈ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് 3 അടിയന്തര പ്രമേയം ഈ പറയുന്ന പ്രശ്നവുമായി ബന്ധപ്പെട്ട് അവിടെ അവതരിപ്പിക്കപ്പെട്ടു. ഒരെണ്ണം പോലും ഗവൺമെന്റ് ചർച്ചക്കെടുത്തില്ല. ഇപ്പൊ ഇതാ മാത്യു കുഴൽനാടൻ മറ്റൊരെണ്ണം കൂടി അവതരിപ്പിച്ചു. സണ്ണി വക്കീൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ നേരത്തെ PKB പറഞ്ഞു, അവരൊക്കെ ജനകീയ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുമ്പോ അത് ചർച്ചക്കെടുക്കാൻ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. മലയോര മേഖലയിലെ ജനപ്രതിനിധികളുടെ ഒരു യോഗം ഗവൺമെന്റ് വിളിച്ചു ചേർക്കുന്നില്ല. കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നതിന്റെ ഭാഗമായി ഒറ്റക്കെട്ടായി പോരാടാൻ തയ്യാറാണെന്ന് വയനാടിന്റെ പ്രിയപ്പെട്ട MP ഇന്ത്യയുടെ പാർലമെന്റിനകത്തും പുറത്തും ഈ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന പ്രിയപ്പെട്ട പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ അവർ നെഞ്ചിൽ തട്ടി പറയുമ്പോഴും ഈ ഗവൺമെന്റിന് അത് ചെവി കേട്ടതായി അത് കേട്ടതായി അവർ ഭാവിക്കുന്നില്ല. നിങ്ങൾക്കറിയാം, ഇതുവരെ MP-മാരുടെ ഒരു യോഗം ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർക്കാൻ ഈ ഗവൺമെന്റിന് സാവകാശം ഉണ്ടായിട്ടില്ല, ഈ ഗവൺമെന്റിന് സന്മനസ്സുണ്ടായിട്ടില്ല, ഈ ഗവൺമെന്റിന് താല്പര്യം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ മരണപ്പെടുന്നവന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ അവരെ വിധിക്ക് വിട്ടുകൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റിനെതിരായിട്ടുള്ള പോരാട്ടം നയിച്ചുകൊണ്ടാണ് നമ്മുടെ ബഹുമാന്യരായ നേതാക്കന്മാർ ഇങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. പ്രിയങ്കരനായ ഐക്യജനാധിപത്യ മുന്നണിയുടെ കർമ്മധീരനായ നേതാവ് പ്രിയപ്പെട്ട PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഈ ധർമ്മ സമരം നയിച്ച് ഈ വേദിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അദ്ദേഹത്തെ ആർദ്രമായി നിലമ്പൂരിന് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. മലയോര ജനതയ്ക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നേതാക്കന്മാർ കടന്നു വരികയാണ്. ഞാൻ പറയുന്നു, ഇതുവരെ MP-മാരുടെ യോഗമില്ല, ഇതുവരെ MLA-മാരുടെ യോഗമില്ല, ഇതുവരെ ഈ പ്രശ്നം എക്സ്ക്ലൂസീവായി ചർച്ച ചെയ്യാൻ നിയമസഭക്കകത്തൊരു സമയമില്ല. ഇതുവരെ ഒരു അടിയന്തര പ്രമേയം ചർച്ചക്കെടുത്തിട്ടില്ല. ഇതുവരെ ഈ പറയുന്ന മേഖലകളിൽ കൃത്യമായി ഒരു യോഗത്തിന് പങ്കെടുക്കാൻ മുഖ്യമന്ത്രി ഇതുവരെയും ഒരു താല്പര്യം കാണിച്ചിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഭരണം നിശ്ചലമാണ്, ഭരണം വട്ടപൂജ്യമാണ്. ഈ കാര്യത്തിൽ അവർക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ പരിഹാരമില്ല എന്ന് മാത്രമല്ല, അവർക്ക് ജനങ്ങളുടെ ജീവനിൽ പോലും താല്പര്യമില്ല. ജനങ്ങളുടെ ജീവനേക്കാൾ തങ്ങളുടെ സ്വത്തിന് താല്പര്യമുള്ള ഒരു ഗവൺമെന്റ് ആണ് ഇപ്പൊ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിന് ആർക്കെങ്കിലും സംശയമുണ്ടാകുമോ? ഇവിടുത്തെ ജനങ്ങളുടെ ജീവനല്ല, പാർട്ടിക്കാരുടെയും കുടുംബക്കാരുടെയും സ്വത്തിന്റെ വർധനമാണ് ഈ ഗവൺമെന്റിന്റെ മുഖ്യ അജണ്ട. അതല്ലെങ്കിൽ ഇതുപോലൊരു പ്രശ്നം ഇവിടെ കടന്നു വന്നിട്ട് ഒരു ഗവൺമെന്റ് ഇങ്ങനെ നിശ്ചലമായി നിൽക്കുവോ? കഴിവുകേടിന്റെ പര്യായമായി ഒരു മന്ത്രിസഭ ഇങ്ങനെ മാറി നിൽക്കുവോ? ഒരു വകുപ്പിന്റെ ചുമതല ഏൽക്കുന്ന മന്ത്രി, ആ മന്ത്രിക്ക് മലയോര മേഖലയിലെ ജനങ്ങൾ പറഞ്ഞതുപോലെ വകതിരിവും സാമാന്യ ബോധവും ഈ പ്രശ്നങ്ങളെ സംബന്ധിച്ചുണ്ടാക്കാൻ അവരെന്തെങ്കിലും ഒരു താല്പര്യം അവര് കാണിക്കണ്ടേ? അതും കാണിക്കുന്നില്ല. ആരോടാണ് ജനങ്ങൾ പറയേണ്ടത്? അതാണ് UDF ഇത്തരം ഒരു ജാഥ ഏറ്റെടുത്തത്. UDF ഇത്തരം ഒരു ജാഥ ഏറ്റെടുക്കുന്നതിന്റെ കാരണം ജനങ്ങളോട് പ്രയാസങ്ങൾ പറയാൻ മാത്രമല്ല, കൃത്യമായി നേതാക്കന്മാർ ഇവിടെ പ്രസംഗിച്ചപ്പോൾ നിങ്ങൾ കേട്ടതാണ്. ഇതിന്റെ പ്രശ്നപരിഹാരത്തിന്റെ പ്രായോഗികമായ നിർദ്ദേശങ്ങൾ ഓരോന്നായി മുന്നോട്ട് വെച്ചിട്ടാണ് ഈ ജാഥ മുന്നോട്ട് പോകുന്നത്. മലയോര മേഖലയിൽ എന്ത് ചെയ്യണമെന്ന് ഈ ജാഥ പറയുന്നുണ്ട്. ഗവൺമെന്റ് ഏത് ഇടപെടൽ നടത്തണമെന്ന് ഈ ജാഥ പറയുന്നുണ്ട്. ജനങ്ങൾക്കൊപ്പം നിൽക്കണമെന്ന് ഈ ജാഥ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ജനങ്ങളുടെ ആ ജീവന് പുല്ലുവില കൽപ്പിക്കരുതെന്ന് ഈ ജാഥ താക്കീത് ചെയ്യുന്നുണ്ട്. ഈ ജാഥ വരാനിരിക്കുന്ന അനിവാര്യമായ കേരളത്തിലെ രാഷ്ട്രീയ മാറ്റത്തെ
ആ ഭരണമാറ്റത്തെ, അതിന്റെ അനിവാര്യത കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഞാൻ ആവർത്തിച്ചു പറയുന്നു, മൃഗങ്ങളെ കാട് കയറ്റണം, ഇവരെ ആട്ടിയിറക്കണം എന്നുള്ളതല്ലാതെ മറ്റൊന്നും ഇതിന് പരിഹാരമായിട്ടില്ല. മറ്റൊന്നും ഇതിന് പരിഹാരമായിട്ടില്ല. അത് മറ്റാരേക്കാൾ കൂടുതൽ ഇവരെ ആട്ടിയിറക്കാനുള്ള ആ തീരുമാനത്തെ മറ്റാരേക്കാൾ കൂടുതൽ ഇപ്പൊ പ്രകടിപ്പിക്കേണ്ട ഒരു ജനതയുടെ മുമ്പിലാണ് ഞാനിവിടെ വന്നു നിൽക്കുന്നത്. നിലമ്പൂർ പ്രിയപ്പെട്ട ആര്യാടൻ സാറിന്റെ, നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞാക്കയുടെ മണ്ഡലം, അത് നിലമ്പൂരിന് വേണ്ടി മാത്രമല്ല, കേരളത്തിന് വേണ്ടി തിരിച്ചുപിടിക്കാൻ, കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി തിരിച്ചുപിടിക്കാൻ, കേരളത്തിലെ UDF വേണ്ടി തിരിച്ചുപിടിക്കാൻ കച്ചകെട്ടിയവർ, പ്രതിജ്ഞയെടുത്തവർ, അവരുടെ സംഗമത്തിലാണ് ഞാൻ ഈ യോഗത്തെ അഭിസംബോധന ചെയ്യുന്നത് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ നാട്ടിലെ സകല കാര്യങ്ങളിലും ഇപ്പൊ ഇതാ തൃശ്ശൂരിലും പരിസര പ്രദേശങ്ങളിലും ഒക്കെയായി ജനാധിപത്യത്തിന് ക്ലാസ് എടുക്കുകയാണ് KSU SFI. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. വയനാട്ടിലെ സിദ്ധാർത്ഥനെ വിചാരണ ചെയ്ത് ദിവസങ്ങളോളം തടവറയിൽ എന്ന പോലെ പാർപ്പിച്ച് ഇഞ്ചിഞ്ചായി കൊന്നു തള്ളിയ SFIയുടെ ക്ലാസ് KSUവിന്, ജനാധിപത്യ ബോധത്തിന് ആവശ്യമില്ല എന്ന് കൂടെ പറയാൻ ഈ യോഗം ഞാൻ ഉപയോഗിക്കുകയാണ്. അവരിപ്പോ ആഹ്വാനമാണ് ആ ചെറുപ്പക്കാർക്ക് നേരെ റെസ്റ്റ് ഇൻ പീസ് ആദരാഞ്ജലികൾ അർപ്പിച്ച് പോസ്റ്റ് ഇടുക. നവമാധ്യമങ്ങളിലൂടെ ആദരാഞ്ജലികൾ അർപ്പിച്ച് പോസ്റ്റ് ഇട്ട് കൊല്ലുമെന്ന് പരസ്യമായ ഭീഷണിയാണ്, ഇല്ലാതാക്കുമെന്നുള്ള ഭീഷണിയാണ്. ആ ഭീഷണികൾക്ക് മുമ്പിൽ ഈ നാടിന്റെ ജനാധിപത്യ സംസ്കാരം മുട്ടുമടക്കില്ല. മലയോര മേഖലയുടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അത് ചൂണ്ടിക്കാണിച്ച് പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് നയിച്ച ഈ യാത്ര, UDFന്റെ സമുന്നതരായ മുഴുവൻ നേതാക്കന്മാരും നയിക്കുന്ന ഈ യാത്ര ഇതാ ഈ സംഗമത്തിലേക്ക് കടന്നു വരികയാണ്. നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഈ യാത്രയെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ യാത്ര നിലമ്പൂരിന്റെ മണ്ണിൽ കുറിക്കുന്ന പരിഹാരങ്ങളും ജനങ്ങളുടെ വേദനകൾ ഏറ്റെടുത്ത് നടത്തുന്ന പ്രയാണവും ഈ നാടിന്റെ അനിവാര്യമായ ഭരണമാറ്റത്തിന് കരുത്തായി മാറും എന്ന കാര്യത്തിന് ഒരു സംശയവും വേണ്ട. നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയാഭിവാദ്യങ്ങൾ നേരുന്നു. ഈ യാത്രയിലേക്ക് കേരളത്തിന്റെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ, ഈ ജാഥയുടെ പ്രിയപ്പെട്ട സമരനായകനെ ഈ യാത്രയിലേക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ കയ്യടികളോടെ, അഭിവാദ്യങ്ങളോടെ, ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന പോരാട്ടങ്ങൾക്കുള്ള പിന്തുണയോടെ ഈ വേദിയിലേക്ക് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. പ്രിയമുള്ളവരെ, മലയോര ജാഥയുടെ പ്രിയപ്പെട്ട നായകൻ ശ്രീ VD സതീശൻ അവർകൾ, ഈ പ്രതിപക്ഷ നേതാവ് ഈ വേദിയിലേക്ക് കടന്നു വരുന്നു. UDFന്റെ സമുന്നതരായ നേതാക്കന്മാർ, പ്രിയപ്പെട്ട കൺവീനർ പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ്, പ്രിയപ്പെട്ട CP ജോൺ അവർകൾ, പ്രിയപ്പെട്ട ഷിബു ബേബി ജോൺ, പ്രിയപ്പെട്ട കേരള കോൺഗ്രസിന്റെ നേതാക്കന്മാർ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട ശ്രീ രാജൻ ബാബു അവർകൾ, പ്രിയപ്പെട്ട UDFന്റെ മുഴുവൻ സംഘടനകളുടെയും RSP ഉൾപ്പെടെ മുഴുവൻ സംഘടനകളുടെയും നേതാക്കന്മാർ ഈ വേദിയിലേക്ക് കടന്നു വരുന്നു. ഒരിക്കൽ കൂടി നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട മണിയുടെ കുടുംബത്തെ, അതുപോലെ തന്നെ ഇവിടെ വെച്ച് നഷ്ടപ്പെട്ടു പോയ ഒരു ജീവന്റെ വേദന പങ്കിടുന്ന പ്രിയപ്പെട്ട സഹോദരിമാരുടെ കുടുംബങ്ങളെ അദ്ദേഹം നേരിട്ട് കാണുകയാണ്. ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാനൊക്കെ ആലോചിച്ചിരുന്നത്, പ്രതിപക്ഷ നേതാവ് ഒരു ജാഥ നയിക്കുമ്പോൾ അദ്ദേഹം കുടുംബത്തെ കാണും. പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, ആ കുടുംബത്തെ കാണാനുള്ള സൗകര്യം ഉണ്ടായി കൊടുക്കുക. ബാക്കിയുള്ളവർ ചെറുതായിട്ട് മാറി നിൽക്കുക പ്ലീസ്. ഈ വശങ്ങളിൽ നിന്നും ദയവായി മാറി നിൽക്കുക. അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് വേദി കാണാൻ കഴിയുന്നില്ല. ഈ സൈഡിൽ നിന്നൊന്ന് മാറിക്കൊടുക്കണം, അവരെ കുടുംബത്തെ കാണട്ടെ.
സ്വാഗതം ചെയ്യുകയാണ്. ഒറ്റ കാര്യം മാത്രം പറഞ്ഞ് എന്റെ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു. ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് പ്രതിപക്ഷ നേതാവ് ഒരു ജാഥ നയിക്കുമ്പോൾ അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഒരു ജാഥയായിരിക്കും. അങ്ങനെ ഒരു ജാഥയായിരിക്കും പ്രതിപക്ഷ നേതാവ് കേരളത്തിൽ നയിക്കുക എന്നുള്ളതാണ് ഞാൻ ഇതുവരെ കരുതിയിരുന്നത്. പക്ഷേ ഈ പ്രശ്നത്തിന്റെ ഗൗരവം അത് പൂർണ്ണമായി ഉൾക്കൊണ്ട് തന്നെയാണ് അതിനൊന്നും കാത്തു നിൽക്കാതെ ഈ മലയോര മേഖലയിലെ ജനതയ്ക്ക് വേണ്ടി ഒരു ജാഥ, ഇവരുടെ ശബ്ദമാവാൻ ഒരു ജാഥ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവാൻ ഒരു ജാഥ, അവർക്ക് വേണ്ടി അസംബ്ലിക്ക് അകത്തും പുറത്തും പോരാടുമെന്നുള്ള പ്രതിജ്ഞയോടെയാണ് ഈ ജാഥ ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. ഇത് കേരളത്തിലെ പൊതുജനങ്ങളുടെ വലിയ പിന്തുണയുള്ള ഒരു ജാഥയാണ്. ഇത് ലക്ഷ്യം നിറവേറ്റുക തന്നെ ചെയ്യും. ആവർത്തിച്ച് ഞാൻ പറയുന്നു, ഈ ജനവിരുദ്ധ ഭരണകൂടത്തെ താഴെയിറക്കി ജനങ്ങളുടെ രക്ഷയ്ക്കായി ഐക്യ ജനാധിപത്യ മുന്നണി ഉണ്ടായിരിക്കും. ഈ ജാഥയ്ക്കും അതിന്റെ നായകനും സഹപ്രവർത്തകർക്കും ഹൃദയാഭിവാദ്യങ്ങൾ നേരുന്നു. നിലമ്പൂരിന്റെ അടുത്ത MLA UDFന്റെ MLA ആയിരിക്കുമെന്ന് ആവർത്തിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് UDF. ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി UDFന്റെ കൺവീനർ ശ്രീ N. A. കരീമിനെ ക്ഷണിക്കുന്നു. ഈ മുന്നിൽ നിൽക്കുന്ന ആളുകൾ ദയവ് ചെയ്തൊന്ന് ബാക്കിലേക്ക് പോകണം. എല്ലാവരും നേതാക്കന്മാരാണ്, എല്ലാവരും ഈ പരിപാടി വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുമാണ്. ബാക്കിലിരിക്കുന്നവർ നമ്മുടെ സഹോദരന്മാരും സഹോദരിമാരും നേതാക്കന്മാരാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ. പ്രിയമുള്ളവരെ, ഐക്യജനാധിപത്യ മുന്നണി കേരളത്തിലെ മൃഗത്തോടും മനുഷ്യനോടും അല്പം പോലും ദയവ് കാണിക്കാത്ത പിണറായി ഭരണകൂടത്തിനെതിരായി അംഗം കുറിച്ചുകൊണ്ട് ആരംഭിച്ച മലയോര സമരജാഥയാണ് ബഹുമാന്യനായ ജാഥാ ക്യാപ്റ്റൻ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അവരുടെ നേതൃത്വത്തിൽ നമ്മളുടെ ഗ്രാമത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ ജനാധിപത്യത്തിന്റെ ബാധ്യതയുള്ള ഭരണാധികാരികൾ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, അവന്റെ ജീവിതത്തെ പോലും താൻ കീഴ്മേൽ മറിച്ചുകൊണ്ട് ധിക്കാരത്തിന്റെയും ജനാധിപത്യ വിരുദ്ധതയുടെയും സാമ്പത്തിക ലാഭത്തിന്റെയും മാത്രം താല്പര്യത്തോടുകൂടി അധികാരത്തിലിരിക്കുന്ന ഈ അന്ധന്മാർക്കെതിരായി കേരളത്തിന്റെ മനസാക്ഷിയെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ കോർത്തിണക്കിക്കൊണ്ട് വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ കേരളത്തിലെ സാധാരണക്കാരന്റെ ഹൃദയത്തിന്റെ പക്ഷം നിന്നുകൊണ്ട് അവരുടെ ജീവിത വികാരങ്ങൾ ഒപ്പിയെടുത്ത് കാട്ടിൽ ജീവിക്കുന്നവരാണെങ്കിലും പുറത്ത് ജീവിക്കുന്നവരാണെങ്കിലും കർഷക മേഖലയിൽ ജീവിക്കുന്നവരാണെങ്കിലും അവരുടെയൊക്കെ സംരക്ഷണം ഉറപ്പുവരുത്താൻ എന്ന വിശ്വാസം പറഞ്ഞുകൊണ്ട് അധികാരത്തിലേറുകയും ആർക്കു വേണ്ടിയും ഒന്നും ചെയ്യാതെ മദ്യരോപികളുടെയും അഴിമതിക്കാരുടെയും സ്വജനപക്ഷപാതികളുടെയും കൂടാരമായി മാറിയ ഈ മുട്ടിപിടിച്ച ഗവൺമെന്റിനെതിരായി ജനങ്ങളുടെ സന്നാഹമൊരുക്കാൻ നടത്തുന്ന ഈ ജാഥയുമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് നമുക്കെല്ലാവർക്കും അറിയാം. ചാട്ടുളി പോലെ ഇടതുപക്ഷത്തിന്റെ ഏതൊരു ധിക്കാരത്തെയും ചാട്ടുളി പോലെ നേരിട്ടുകൊണ്ട് കേരള സമൂഹത്തിന്റെ ഹൃദയത്തിന്റെ കവാടങ്ങളിൽ ഒരു രാജകുമാരനെ പോലെ വിരാജിക്കുന്ന അനിശ്ചിതനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അവர்களെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മറ്റൊന്ന് നമുക്കെല്ലാവർക്കും അറിയാം, മലബാറിന്റെ മതേതരത്വത്തിന്റെ മുഖവും ഐക്യജനാധിപത്യ മുന്നണിയുടെ ശക്തിസ്രോതസ്സുമായ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവരുടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ സംസ്ഥാനത്തിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒറ്റക്കെട്ടായുള്ള മുന്നോട്ട് പോക്കിന് അതിനെ കോർത്തിണക്കി ഒരു മാലയിലെ പുഷ്പങ്ങളെ പോലെ ജനാധിപത്യ ശക്തിയെ യാതൊരു വ്യത്യാസവുമില്ലാതെ ഒന്നിച്ചു കൊണ്ടുപോകുന്ന നമ്മുടെ നിശ്ചയനായ ജനാധിപത്യ മുന്നണിയുടെ പ്രിയപ്പെട്ട കൺവീനർ ശ്രീ MMS അവരുടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, വണ്ടൂരിന്റെ MLA-യും പാർട്ടിയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗവുമായിട്ടുള്ള ശ്രീ AP അനിൽകുമാർ അവർ ഈ വേദിയിൽ ഇരിക്കുന്നു. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഏറനാടിന്റെ MLA ബഹുമാനപ്പെട്ട ശ്രീ PK ബഷീർ, അതുപോലെ മഞ്ചേരിയുടെ MLA പ്രിയപ്പെട്ട ലത്തീഫ് വക്കീൽ തുടങ്ങി കേരള കോൺഗ്രസിന്റെ അനിശ്ചിതനായ നേതാവ് അദ്ദേഹം സംസാരിക്കേണ്ടതായിരുന്നു. അദ്ദേഹം തന്നെ നമ്മളോട് ഞാൻ സംസാരിക്കുന്നില്ല, മറ്റു നേതാക്കന്മാർ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട MP ജോസഫ് IAS അവരുടെ
ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു കാലഘട്ടത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ നെടുന്തൂണായ ആ പ്രസ്ഥാനത്തെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച ബഹുമാന്യനായ ബേബി ജോൺ എന്ന് പറയുന്ന ജനാധിപത്യ കേരളത്തിന്റെ അമരക്കാരനായിരുന്ന ശ്രീ ബേബി ജോൺ സാറിന്റെ മകൻ ശ്രീ ഷിബു ബേബി ജോൺ അവർ ഈ വേദിയിലുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ KDPയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ജോസഫ് KJ ജോസഫ്, അതുപോലെ തന്നെ രാജൻ ബാബു MLA തുടങ്ങി എല്ലാ നേതാക്കന്മാരും, പിന്നെ ഒരു നീണ്ട നിര തന്നെയാണ് ഈ വേദിയിൽ ഇരിക്കുന്നത്. എല്ലാവരുടെയും പേര് പറയണമെന്ന് ആഗ്രഹമുണ്ട്. വയസ്സ് 65 ആയതുകൊണ്ട് കമ്പ്യൂട്ടറിൽ പൂപ്പൽ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും, വേദിയിൽ നിറഞ്ഞിരിക്കുന്ന മുഴുവൻ നേതാക്കന്മാർക്കും ഒരേ സ്വരത്തിൽ സ്വാഗതം പറയുകയും, അതുപോലെ തന്നെ ബഹുമാന്യനായ CP ജോൺ അവർ, അദ്ദേഹത്തെ ഞാൻ വിട്ടുപോയി, ക്ഷമിക്കണം. അദ്ദേഹം നമുക്കറിയാം. ഞാൻ മുമ്പ് നിങ്ങളോട് അദ്ദേഹം പ്രസംഗിക്കുന്നതിന് മുമ്പ് പറഞ്ഞു, കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ താത്വികമായി അവരുടെ കൊള്ളരുതായ്മകൾക്ക് അക്കമിട്ട് മറുപടി പറയാൻ, അത് നമ്മുടെ പത്രമാധ്യമങ്ങളിലൂടെയാണെങ്കിലും നമുക്കൊപ്പം നിൽക്കുന്ന പ്രിയങ്കരനായ ശ്രീ CP ജോൺ അവരെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ജില്ലാ UDFന്റെ ചെയർമാൻ പ്രിയപ്പെട്ട അജയ് മോഹൻ, ജില്ലാ UDFന്റെ കൺവീനർ പ്രിയപ്പെട്ട SRF കോക്കൂർ തുടങ്ങി ശ്രീ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ജോയി, KPCCയുടെ സെക്രട്ടറി ശ്രീ ആര്യാടൻ സൗക്കത്ത്, പ്രിയങ്കരായ നമ്മോട് ഇതിനു മുമ്പ് സംസാരിച്ച ശ്രീ സാഫി പറമ്പിലടക്കം, MP അടക്കം, സന്ദീപ് വാര്യർ അടക്കം ഒരുപാട് നേതാക്കന്മാരുടെ നിരയാണ്. തൊട്ടടുത്ത് തുടക്കം കുറിച്ച നമ്മുടെ സാനി മോൾ ഉസ്മാൻ അവർ, വനിതകളുടെ പടവാളായി സംസ്ഥാനത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സാനി മോൾ ഉസ്മാൻ, അതിലൊക്കെ ഉപരിയായി ഈ ജില്ലയിലെ ഞങ്ങളുടെ പാർട്ടിയുടെ ചുമതല വഹിക്കുകയും ഈ സമ്മേളനത്തിന്റെ നടത്തിപ്പിന് വേണ്ടി എപ്പോഴും തുടക്കം മുതൽ അന്വേഷിക്കുകയും ഇന്നലെയും മിനിയാന്നുമായി ഇവിടെ ക്യാമ്പ് ചെയ്യുകയും ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട ശ്രീ സലീം അവർ, അദ്ദേഹത്തെ അടക്കം ഈ വേദിയിലിരിക്കുന്ന മുഴുവൻ നേതാക്കന്മാരെയും, എല്ലാവരും നേതാക്കന്മാരാണ്, യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ ഈ യോഗ നടപടി നിയന്ത്രിക്കുന്നത് ബഹുമാന്യനായ ഐക്യജനാധിപത്യ മുന്നണിയുടെ നിലമ്പൂർ നിയോജക മണ്ഡലം ചെയർമാൻ പ്രിയപ്പെട്ട ഇക്ബാൽ മൂത്തേടമാണ്. ഇക്ബാൽ അവർകളാണ്. അതിനിടയ്ക്ക് ഞാൻ സ്വാഗതം ചെയ്യേണ്ട ഒരാളുണ്ട്, എന്റെ സഹപ്രവർത്തകനും ജില്ലയിലെ പഞ്ചായത്തിന്റെ ഭരണാധികാരിയും വൈസ് പ്രസിഡന്റുമായ ശ്രീ ഇസ്മയിൽ മൂത്തേടത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ആരെങ്കിലും വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അധ്യക്ഷനെ ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ സംസ്ഥാനം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ജനകീയമായി നമ്മുടെ ഈ പ്രദേശങ്ങളിൽ ആയിരക്കണക്കായ മനുഷ്യന്മാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വന്യമൃഗശല്യവും അനുബന്ധമായ മറ്റു പ്രശ്നങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംസ്ഥാന UDF കമ്മിറ്റി പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ അവരുടെ നേതൃത്വത്തിൽ സംസ്ഥാന UDFന്റെ മുഴുവൻ നേതാക്കന്മാരും അണിനിരക്കുന്ന വലിയ ഒരു പ്രക്ഷോഭ സമര ജാഥയാണ് നമ്മുടെ ഈ പ്രദേശത്ത് എത്തിച്ചേർന്നിട്ടുള്ളത്. കേരളത്തിൽ ഏതു പ്രദേശത്ത് നടക്കുന്ന ഒരു സമര സംഗമത്തെക്കാളും ഈ സംഗമത്തിന് വലിയ സവിശേഷതയുണ്ട്. ഈ പ്രദേശത്തിന്റെ തൊട്ടടുത്ത പ്രദേശങ്ങളിലാണ് അനവധി മനുഷ്യന്മാരുടെ ജീവൻ കുരുതി കൊടുക്കേണ്ടി വന്നത് ഈ വന്യമൃഗശല്യത്തിന്റെ പേരിൽ. ഇന്നും ഇവിടെ വന്നിട്ടുള്ള കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ അനാഥരായി മാറേണ്ടി വന്നത് ഈ സർക്കാരിന്റെ കടുത്ത കെടുകാര്യസ്ഥത കൊണ്ടാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇവിടെ തടിച്ചുകൂടിയിട്ടുള്ള ജനങ്ങളിൽ പകുതിയോളം ആളുകൾ രാഷ്ട്രീയത്തിനും അപ്പുറം ഈ വിഷയങ്ങൾ, ജനകീയമായ വിഷയങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് പരപ്രേരണയില്ലാതെ സ്വന്തം ജീവിതത്തിന്റെ വലിയ ഒരു പ്രതിസന്ധി അഭിസംബോധന ചെയ്യാൻ ഐക്യജനാധിപത്യ മുന്നണി സന്നദ്ധമായി എന്ന ഒറ്റ കാരണം കൊണ്ട് ഈ വേദിയിലേക്ക് സ്വമേധയാ കടന്നു വന്നവരാണ് എന്ന കാര്യത്തിൽ നമുക്ക് വലിയ സന്തോഷമുണ്ട്. ഈ സമരം മുന്നോട്ട് കടന്നു പോകുമ്പോൾ അത് അധികാര കേന്ദ്രങ്ങളുടെ കർണപുടങ്ങളിൽ വലിയ പ്രകമ്പനം സൃഷ്ടിച്ച് ഒരുപക്ഷെ പാട്ടുപാടി ഉന്മാദ നൃത്തം ചവിട്ടി മന്ത്രിമാർ ആഘോഷത്തിന്റെ നിമിഷങ്ങൾ തീർക്കുമ്പോൾ അങ്ങനെയല്ല, ജനങ്ങളുടെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമായി ഗവൺമെന്റ് മാറണമെന്ന് ഒരുപക്ഷെ ഭരണകൂടം തീരുമാനിക്കുകയോ അതല്ലെങ്കിൽ ആ ഭരണകൂടത്തെ താഴെയിറക്കി
വന്യമൃഗശല്യത്തിൽ നിന്ന് സാധാരണക്കാരായ മനുഷ്യന്മാരെ എങ്ങനെ രക്ഷപ്പെടുത്താൻ കഴിയുമോ അത് പ്രാവർത്തികമാക്കി ചെയ്യാൻ ജനാധിപത്യ കേരളം തീരുമാനിക്കുന്ന ഒരു പ്രതിജ്ഞയുടെ ഘട്ടമായി ഈ സമരത്തിന്റെ സമാപനം മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ കടന്നു വന്നിട്ടുള്ളത് അഭിവന്ദ്യരായ നേതാക്കന്മാർ ജനകീയമായ പ്രശ്നങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച് സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം വഹിച്ച് പാരമ്പര്യമുള്ള മുഴുവൻ നേതാക്കന്മാരുമാണ്. ഈ മഹാസംഗമത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമ്മളൊക്കെ ഏറെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന കേരളത്തിന്റെ പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവറുകളാണ്. അദ്ദേഹത്തെ അതിനുവേണ്ടി സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയങ്കരായ നമ്മുടെ വേദിയിൽ അണിനിരന്നിട്ടുള്ള പ്രതിപക്ഷ നേതാവ്, ഈ ജാഥയെ നയിക്കുന്ന പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ വേദിയിലിരിക്കുന്ന മുഴുവൻ, ഞങ്ങൾ ഇന്നലെ മുത്തിയതാണ്, മുഴുവൻ നേതാക്കൾ, അവരുടെ പേരൊക്കെ നമ്മുടെ സ്വാഗത പ്രാസംഗികനും പറഞ്ഞു, അധ്യക്ഷനും പറഞ്ഞു. പേര് പറയാത്ത ഒരാളിപ്പോൾ കയറി വന്നിട്ടുണ്ട്, അൻവർ, അദ്ദേഹത്തിൻ്റെ പേര് ഞാനും പറഞ്ഞു. മലയോര ജനതയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നിലമ്പൂർ MLA ആവുമ്പോൾ തീവ്ര പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരുന്ന അൻവറിനെ അങ്ങനെ ഈ വേദിയിൽ മലയോര ജനതയുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ജാഥയിൽ പങ്കെടുക്കാൻ അഭിവാദ്യം ചെയ്യാനെത്തിയ അദ്ദേഹത്തെ ഞാനും അങ്ങനെ വെൽക്കം ചെയ്യാണ്. പ്രതിപക്ഷ നേതാവ് ഇന്ന് പത്രസമ്മേളനത്തിൽ ഈ കാര്യം പറഞ്ഞു. മലയോര ജനതയുടെ പ്രശ്നം അത് വേറെ തന്നെയാണ്. ഇവിടെ ഇരിക്കുന്നത് വളരെ സങ്കടകരമായ അവസ്ഥ കുടുംബത്തിലുള്ളവരാണ്. വന്യ മൃഗങ്ങളുടെ ആക്രമത്തിലും അതുപോലെ തന്നെ കടിച്ചു കീറി കൊന്നവരുമൊക്കെ ഇന്ന് കേരളത്തിൽ അവരുടെ അതുപോലെയുള്ള 2 കുടുംബത്തിൻ്റെ അംഗങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. അവരെ മുമ്പിലാണ് നമ്മൾ മലയോര ജനതയുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ഐക്യജനാധിപത്യ മുന്നണി അടങ്ങൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ജാഥ നടത്തുന്നത്. അങ്ങനെ ഒരു പ്രഖ്യാപനം ഞങ്ങൾ നടത്തുന്നുണ്ട് എങ്കിൽ അത് ഞങ്ങൾ പ്രാവർത്തികമാക്കുക തന്നെ ചെയ്യും എന്ന് മലയോര ജനതയ്ക്ക്, ഈ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ജനങ്ങൾക്ക് ഉറപ്പ് കൊടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. വെറുതെ ഒരു വിഷയവും ഞങ്ങൾ പറയാറില്ല. കേരളത്തിലെ ജനങ്ങളുടെ ബേണിംഗ് ഇഷ്യൂസാണ്. അപ്പോൾ അവിടെ പാലക്കാട്ട് ഒരു ബ്രൂവറിയുടെ കാര്യം പറയുന്നു. കരയാണ് അവിടുത്തെ ജനങ്ങൾ. കുടിവെള്ളം കിട്ടാതെ കൊക്കക്കോല, ഞാൻ വ്യവസായ മന്ത്രിയായിരുന്നു, എനിക്കറിയാം. ഞാൻ പോലും ആ പ്രക്ഷോഭത്തെ അനുകൂലിച്ചതാണ്. കാരണം കുടിവെള്ളം കിട്ടാതെ ജനങ്ങൾ വലയുന്ന ഒരു തുള്ളി വെള്ളമില്ല. അവിടെയാണ് ഒരു ഡിസ്റ്റിലറി, ലക്ഷക്കണക്കിന് വെള്ളം എടുക്കുന്ന ഡിസ്റ്റിലറി, അത് ജനങ്ങളുടെ പ്രശ്നമാണ്. അതുപോലെ ഒരു ബേണിംഗ് ഇഷ്യൂ ആണ് മലയോര മേഖലയിൽ. ഈ ജനങ്ങളുടെ കരയാണ്, കഷ്ടപ്പെടുകയാണ്, പേടിച്ചരണ്ട് നിലവിളിക്കുകയാണ്, രാത്രി കിടന്നിട്ട് ഉറക്കമില്ല. അങ്ങനെ ഒരു വിഷയത്തിലാണ് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്നും പറഞ്ഞ ഒരൊറ്റ ഇരുത്തം ഒരു ഗവൺമെന്റ്. നിസ്സംഗഭാവം. നിങ്ങൾ എന്തായാലും എന്താ, ഏത് പുലിയൊന്ന് ആളെ തിന്നാലും വേണ്ടില്ല, ഏതാന വന്ന് ആരെ ചവിട്ടിക്കൊന്നാലും വേണ്ടില്ല. നിങ്ങൾ പറഞ്ഞോ, പറയാനുള്ളതൊക്കെ പറഞ്ഞോ. അസംബ്ലിയിലാണ് നിങ്ങൾ പറഞ്ഞോ, നാട്ടിലാണ് നിങ്ങൾ പറഞ്ഞോ. ഞങ്ങൾക്ക് ഇത്രേ പറ്റുള്ളൂ.
ഇതിലപ്പുറം ചെയ്യാൻ ഞങ്ങളെ കൊണ്ടാവൂല, ഞങ്ങൾ പണി നോക്കിക്കോ എന്നാണ് ഭരിക്കുന്ന ഗവൺമെൻറ് ഞങ്ങളോട് പറയുന്നത്, നിങ്ങളോട് പറയുന്നത്, ഈ കുടുംബത്തോട് പറയുന്നത്, ഈ നാട്ടുകാരോട്, മലയോര മേഖലയിലെ ജനങ്ങളോട് പറയുന്നത്. അതിന് ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ, നിങ്ങളെ കൊണ്ട് ആ പണിക്കാവൂലെങ്കിൽ നിങ്ങളതൊന്ന് നിർത്തി ഇറങ്ങിയാൽ ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം എന്നുള്ള ഒരൊറ്റ ഉത്തരവ്. കാരണം 10 കൊല്ലം മുമ്പ് ഇവിടെ ഐക്യജനാധിപത്യ മുന്നണി ഭരിച്ചിരുന്നു. അന്ന് ഈ മലയോര മേഖലയിലെ പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇല്ലായിരുന്നത് എന്താ? അന്ന് ഇൻസ്റ്റൻ്റായിട്ട് അന്ന് വന്നുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് അപ്പോൾ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ആയാലും ആരായാലും അതിന് പരിഹാരം ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്നു. അന്ന് ഫോറസ്റ്റ് സേന കർമ്മനിരതരായിരുന്നു. അവർ യുദ്ധകാല അടിസ്ഥാനത്തിൽ ആക്ട് ചെയ്തിരുന്നു. ഈ കൂട്ടക്കരച്ചിൽ ഇത്ര അന്ന് കേട്ടിട്ടില്ലല്ലോ. 10 കൊല്ലം നിങ്ങൾ ഭരിച്ചപ്പോൾ വല്ലാത്ത ഒരു സ്ഥിതിയിലേക്ക് ഈ വിഷയം പോയി. മലയോര മേഖലയിൽ നിന്ന് കൃഷിക്കാരുടെ, താമസക്കാരുടെ മുഴുവൻ ദീനരോധനാണെന്ന് കേൾക്കുന്നത്. അപ്പോൾ അവിടെയുള്ള ആളുകൾ ചോദിക്കും, ഐക്യജനാധിപത്യ മുന്നണി വന്നാൽ ഇതിന് വല്ല പരിഹാരമുണ്ടോ? ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഈ വിഷയത്തിന് ഇൻസ്റ്റൻ്റായിട്ട് പരിഹാരം കാണാനുള്ള വ്യക്തമായ പദ്ധതി UDF അവതരിപ്പിക്കും, അത് നടപ്പിലാക്കുകയും ചെയ്യും. ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഇങ്ങനെ ഈ അഭിനവ യുഗത്തിൽ കാട്ടുമൃഗങ്ങൾ ഇറങ്ങി മനുഷ്യനെ കൊല്ലുന്നുണ്ടോ? നമുക്കൊരു പ്രാകൃത യുഗം ഉണ്ടായിരുന്നു. കാട്ടിൽ നിന്ന് വന്യമൃഗങ്ങൾ ഇറങ്ങി, അന്ന് നാട് മുഴുവൻ കാടായിരുന്നു. മനുഷ്യനെ പിടിച്ച് തിന്നിരുന്ന പുലി ഇറങ്ങി അതിനെക്കുറിച്ച് ഭയന്ന് വിഹ്വലരായി മനുഷ്യൻ ജീവിച്ചിരുന്ന പ്രാകൃത യുഗം ഉണ്ടായിരുന്നു. ആ പ്രാകൃത യുഗത്തിലേക്ക് ഇന്ന് ലോകത്ത് പോയ ഒരു രാജ്യം, ഒരു സ്റ്റേറ്റായി കേരളം മാറിയിരിക്കുകയാണ്. ലോകത്തെവിടെ ഇങ്ങനെയില്ല, ലോകത്തെവിടെയില്ല. ഒരുപക്ഷെ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ഇല്ല. അവിടെയൊക്കെ ഫോറസ്റ്റ് സേന കുറച്ചും കൂടി കർമ്മനിരതരാണ്. അടിയന്തരമായി പരിഹാരം ഉണ്ടാക്കും. ഇതിനു വേണ്ടിയുള്ള വേലി കെട്ടാനുള്ള പൈസ അവരുടെ കയ്യിലുണ്ട്. ഇവിടെ PK ബഷീർ ഇരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ നിയോജകമണ്ഡലത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ആന വന്ന് കുഴിച്ചാടി അടിയന്തര പ്രമേയം അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ആന കണ്ടു കിടക്കുകയാണ്. അവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞ് എത്രയോ കാലമായി അവിടെ ഒരു കമ്പി വേലി, ഇലക്ട്രിക് വേലി കെട്ടാത്ത പ്രശ്നമാണ് അവിടെ ഉള്ളത്. ഒന്നിനു വരെയിൽ പണമില്ല. പണം ഉണ്ടാക്കാനും അറിയില്ല, പണം ചെലവഴിക്കാനും അറിയില്ല, നിന്ന് തിരിയാനേ അറിയുള്ളൂ. ഈ ഭരണം ഒന്ന് അവസാനിച്ചാൽ മതിയായിരുന്നു എന്നുള്ളത് ജനങ്ങളുടെ ഒരു ദീനരോധനായി ഇന്ന് മാറി. കൃഷിക്കാരുടെ, നാട്ടുകാരുടെ, അതുപോലെ തന്നെ വനമേഖലയിലെ ജനങ്ങളുടെ ഒക്കെ. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ മലയോര മേഖലയിലെ ജനങ്ങളുടെ പിന്തുണ UDFന് വേണം. മലയോര മേഖലയിലെ ജനങ്ങളുടെ പ്രശ്നത്തിന് ഞങ്ങൾ പരിഹാരമുണ്ടാക്കി കൊടുക്കാം എന്ന വാക്കാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഈ ജാഥയിലൂടെ ഞങ്ങൾ ഉദ്ദേശിച്ചത്. ആ വ്യക്തമായ പരിപാടി ഉണ്ടാക്കും, യാതൊരു സംശയവും വേണ്ട. ഞാൻ ഓരോ മേഖലയിലും ഉള്ള പ്രശ്നങ്ങൾ പറയുന്നില്ല, പ്രതിപക്ഷ നേതാവോട് സംസാരിക്കാനുണ്ട്. ഓരോ പ്രശ്നങ്ങളും ഇങ്ങനെ തന്നെയാണ്. കെടുകാര്യസ്ഥത, പണം ഉണ്ടാക്കാനും അറിയില്ല, ചെലവഴിക്കാനും അറിയില്ല. ഞാൻ പറഞ്ഞില്ല, ഒന്നും നടക്കാതിരിക്കുക. പിന്നെ എന്തിനാ ഗവൺമെൻറ്? അപ്പോൾ അനുദിനം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ പോലീസിങ് നമ്മൾ കാണുന്നുണ്ടല്ലോ. ക്രൂരമായ കൊലപാതകങ്ങൾ ലൈവ് TV തുറന്നു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കേരളത്തിൽ തന്നെയാണോ? പണ്ടൊക്കെ അധോലേഖ സ്ഥലങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിരുന്നു, ബോംബെയിലും മറ്റുമൊക്കെ പല സ്ഥലങ്ങളിലൊക്കെ. ഇന്ന് അവിടെയൊക്കെ പരിഷ്കൃത യുഗം പറന്നു കഴിഞ്ഞു. പക്ഷേ കേരളം മദ്യമയക്ക് മരുന്ന്, അതുപോലെ തന്നെ വെട്ടിക്കൊലയുടെ, മൃഗങ്ങളിറങ്ങി കൊലയുടെ, കൊലപാതകങ്ങളുടെ, വിചിത്രമായ കൊലപാതകങ്ങളുടെ, ഇന്നലെ കണ്ടില്ല ഇരട്ടക്കൊല, വിചിത്രമായ കൊലപാതകങ്ങളുടെ ഒക്കെ നാടായി മാറി. 10 കൊല്ലത്തെ ഇടതുപക്ഷ ഭരണം തീരുമ്പോൾ ഈ നാട് അങ്ങനെ ഒരു പ്രാകൃത യുഗത്തിലേക്ക് തന്നെ പോയി കഴിഞ്ഞ സ്ഥിതിയാണ്. നാട്ടിലൊക്കെ പുലി, നാട്ടിലൊക്കെ മൃഗങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് മോചനം കിട്ടണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ, മലയോര ജനത, അതുപോലെ തന്നെ നാട്ടിലെ പാവപ്പെട്ടവർ, നാട്ടിലെ സഹായം അർഹിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ, അങ്ങനെ എല്ലാവരും ആൾട്ടർനേറ്റീവ് മറ്റൊരു മാർഗം തേടേണ്ടിയിരിക്കുന്നു. ഒരു സംശയമില്ല, ഐക്യജനാധിപത്യ മുന്നണി തന്നെയാണത്. അതുകൊണ്ട് ബേണിംഗ് ഇഷ്യൂസൊക്കെ മുമ്പിൽ കൊണ്ടുവന്നുകൊണ്ട്
അതിനുള്ള നിർദ്ദേശവുമായി വ്യക്തമായ അജണ്ട തന്നെയാണ് പ്രതിപക്ഷത്തിനുള്ളത്. അത് മലയോര ജനതയെ ബോധ്യപ്പെടുത്താനും അവരുടെ പിന്തുണ നേടാനും വേണ്ടിയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ജാഥ. ഐക്യജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി നിന്ന് കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ, അവരെ കണ്ണീരൊപ്പാൻ, ഈ കുടുംബത്തിൻ്റെ കണ്ണീരൊപ്പാൻ ഞങ്ങൾ കൂടെ ഉണ്ടാവും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ജാഥയുടെ ഔപചാരികമായ ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. ജയ്. അടുത്തതായി ഈ യോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് കേരള കോൺഗ്രസിന്റെ വർക്കിംഗ് ചെയർമാനും മുൻ മന്ത്രിയും ഈ ജാഥാംഗവുമായ ശ്രീ മോൻസ് ജോസ് MLA അവരെ ക്ഷണിക്കുന്നു. ഐക്യജനാധിപത്യ മുന്നണിയുടെ സമുന്നതരായ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട MLA മാരെ, സ്നേഹമുള്ള ഘടകകക്ഷി നേതാക്കളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ മലയോര മേഖലകളെ മുഴുവൻ ബന്ധിപ്പിച്ചുകൊണ്ട് മലയോര ജനതയുടെ കഷ്ടതകളും പ്രയാസങ്ങളും പരിഹരിക്കുവാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ നടപടി സ്വീകരിക്കണമെന്നും വന്യജീവി ആക്രമണത്തിൽ നിന്ന് സംരക്ഷണം നൽകുവാൻ ഗവൺമെന്റ് കാര്യക്ഷമമായി ഇടപെടാതെ നിസ്സംഗതയോടെ നിൽക്കുന്ന സാഹചര്യത്തിന് മാറ്റമുണ്ടാകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിയുടെ കൂട്ടായ തീരുമാനപ്രകാരം ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന മലയോര സമരജാഥ ഇന്ന് നിലമ്പൂരിന്റെ മണ്ണിലൂടെ കടന്നു വരുമ്പോൾ ബഹുമാന്യനായ പ്രതിപക്ഷ ഉപനേതാവ്, മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി, ഐക്യജനാധിപത്യ മുന്നണിയുടെ സമുന്നതനായ നേതാവ് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇന്നത്തെ സമരജാഥയുടെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ്. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിൽ ഈ സമരജാഥ കടന്നു വരുമ്പോൾ നിയമസഭയ്ക്കകത്ത് നിരന്തരമായ പോരാട്ടങ്ങൾ നടത്തി വിജയം കാണാത്ത സാഹചര്യത്തിലാണ് ഈ പ്രക്ഷോഭത്തിലേക്ക് വരുവാൻ ഐക്യജനാധിപത്യ മുന്നണി നിർബന്ധിതമായിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ, പ്രതിപക്ഷ ഉപനേതാവിന്റെ നേതൃത്വത്തിൽ നിയമസഭയിൽ MLA മാർ ശക്തമായി വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകണം, മലയോര ജനതയ്ക്ക് സുരക്ഷ ഉറപ്പാക്കണം എന്നാവശ്യപ്പെട്ട് നിരന്തരമായി അടിയന്തര പ്രമേയങ്ങളും ശ്രദ്ധക്ഷണിക്കൽ പ്രമേയങ്ങളും ഒക്കെ കൊണ്ടുവന്നതാണ്. മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ നിരന്തരമായി ഉന്നയിച്ചതാണ്. പക്ഷേ കേരളത്തിലെ കർഷക ജനത ഇന്ന് ദുരിതപൂർണമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു. കർഷകന്റെ ആത്മഹത്യ ഇന്ന് കേരളത്തിൽ നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിൽ മലയോര ജനതയെ വന്യമൃഗങ്ങൾ കൊലപ്പെടുത്തുന്നു എന്നതുകൂടി വരുമ്പോൾ ഇവിടെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ നാട്ടിലുണ്ടാവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രയാസങ്ങളുടെ നടുവിൽ ജനങ്ങൾക്ക് സംരക്ഷണവും മോചനവും നൽകുവാൻ ബാധ്യസ്ഥരായ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് ജനങ്ങളെ മറന്നുകൊണ്ട് ഭരണം നടത്തുമ്പോൾ ഇടതുപക്ഷ ദുർഭരണത്തിന്റെ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന മലയോര ജനതയ്ക്കും കേരള ജനതയ്ക്കും വേണ്ടി ഐക്യജനാധിപത്യ മുന്നണി പ്രതിജ്ഞാബദ്ധമായി നടത്തുന്ന പോരാട്ടത്തിന്റെ ഭാഗമാണ് പ്രതിപക്ഷ നേതാവ് ബഹുമാന്യനായ ശ്രീ VD സതീശന്റെ നേതൃത്വത്തിൽ ഈ സമരജാഥ നടത്തുന്നതും ഇവിടെ കടന്നു വന്നിട്ടുള്ളതും. ഈ ജാഥയ്ക്ക് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ആദരണീയനായ ചെയർമാൻ ശ്രീ PJ ജോസഫ് സാറിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ പേരിൽ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് സമരത്തിന് വിജയാശംസകൾ നേർന്നു. ഒറ്റക്കെട്ടായി ഇടതുപക്ഷ ദുർഭരണത്തെ താഴെ ഇറക്കുവാൻ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ ഉപനേതാവും UDF-ന്റെ നേതാക്കൾ നേതൃത്വം നൽകുന്ന ഈ പോരാട്ടത്തിൽ കേരളത്തിന് മോചനമുണ്ടാവുന്നത് വരെ നമുക്ക് ഒറ്റക്കെട്ടായി നിൽക്കാം. നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ അൻവർ പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിയമസഭയിൽ പലപ്പോഴും സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഹൃദയവേദന ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അൻവർ പിണറായി സർക്കാരിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ഇന്ന് ഈ വേദിയിലേക്ക് കടന്നു വന്നതിന് അഭിവാദ്യങ്ങൾ കൂടി അർപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന ജാഥയ്ക്ക് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് എന്റെ ചുരുങ്ങിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നമ്മുടെ ഈ സമരജാഥയിൽ സൗഹാർദ്ദ പ്രതിനിധിയായി കടന്നു വന്നിട്ടുള്ള PV അൻവർ ex-MLA സംസാരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്
ശ്രീ വി ഡി സതീശൻ അവറുകളെ, ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള കേരളത്തിലെ UDFൻ്റെ സമുന്നതരായ നേതാക്കളെ, ഈ നിയോജക മണ്ഡലത്തിലെ സഹോദരീ സഹോദരന്മാരെ, പത്രമാധ്യമ പ്രവർത്തകരെ, സുഹൃത്തുക്കളെ, പൊതുപ്രവർത്തകരെ, വളരെ ആവേശഭരിതമായ യോഗമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സമയം നട്ടുച്ച 12:15 മണിക്കും സ്ത്രീകളടക്കമുള്ള വലിയ ഒരു ജനാവലി ഇവിടെ വന്നു നിൽക്കുന്നതിൻ്റെ കാരണം നമുക്കെല്ലാവർക്കും അറിയാം. ഈ നാട്ടിൽ എങ്ങനെയെങ്കിലും ജീവിക്കണം, ജനിച്ച മണ്ണിൽ ഈ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്ന് ഞങ്ങളുടെ കുടുംബത്തെയും മക്കളെയും രക്ഷിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ഈ നാട് ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് അനവധി തവണ താക്കീത് നൽകിയിട്ടും ഒരു നിലപാടും സ്വീകരിക്കാതിരുന്നപ്പോൾ കേരള കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെ നീണ്ടു നിൽക്കുന്ന പശ്ചിമഘട്ടത്തിലെ മലയോര മേഖലകളിലൂടെ ജനങ്ങളെ സംഘടിപ്പിച്ച് പ്രതിരോധം തീർക്കാൻ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് UDF നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരം ജനങ്ങളുമായി സംവദിച്ചു പോകുന്ന മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ സദസ്സാണിത്. വിഷയം ഇവിടെ വളരെ വിശദമായി എല്ലാ നേതാക്കന്മാരും വിശദീകരിച്ചതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നേയില്ല. വിഷയം എത്രമാത്രം ഗൗരവമാണ് എന്ന് അറിയാത്ത ഒരൊറ്റ ആളേ ഉള്ളൂ, അത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്. രണ്ടാമത്തെ ഒരാൾ ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം, കേരളത്തിൻ്റെ വനം മന്ത്രിയാണ്. 4 ദിവസം മുമ്പ് രാധയെ പുലി കടിച്ച് കൊന്ന് ശവശരീരം തെരഞ്ഞ് ജനങ്ങളാകെ ആ കാട് മുഴുവൻ പരതുമ്പോൾ ലോകത്തിൻ്റെ ചരിത്രത്തിൽ നമ്മളാരും കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രി കോഴിക്കോട് കടപ്പുറത്ത് പാട്ട് പാടുകയാണ്. എന്താ സദസ്സ്? ഫാഷൻ ഷോ. നിങ്ങൾ മനസ്സിലാക്കണം, 10-75 വയസ്സായിട്ട് ഇപ്പോഴും ഫാഷൻ ഷോയിൽ പോയി പാട്ട് പാടുന്ന അവസ്ഥയിലേക്ക് കേരളത്തിൻ്റെ ഒരു മന്ത്രി തരം താണിരിക്കുന്നു. എന്താണ് ഈ ഒരു മെസ്സേജ്? പാട്ട് നമ്മളൊക്കെ പാട്ട് കച്ചേരി വെക്കാറുണ്ട്, ഇവിടെ ഇരിക്കുന്ന CP ഒക്കെ ചിലപ്പോൾ പാട്ട് പാടാറുണ്ട്. ആ പാട്ട് എന്തിനു വേണ്ടിയാ? ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യരുടെ ചികിത്സാ ഫണ്ടിന് നമ്മൾ ഗാനമേള വെക്കാറുണ്ട്, ബിരിയാണി ചാലഞ്ച് വെക്കാറുണ്ട്. ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള അത്തരത്തിലുള്ള ജനകീയമായ പല കാര്യങ്ങളും നടത്താറുണ്ട്. ഇവിടെ ഇരിക്കുന്ന പലരും, ഞാനടക്കം, അതിലൊക്കെ ആ രീതിയിൽ പങ്കെടുത്തിട്ടുണ്ടാകും. അങ്ങനെ ഒരു ചടങ്ങിലല്ല ഇത്. ഏതോ വിദേശത്തുള്ള ഒരു കമ്പനിക്ക് വേണ്ടി അവരുടെ പരസ്യത്തിന്റെ പ്രചരണത്തിന് ഈ നാട്ടിലെ മനുഷ്യന്മാരെ കരടിയും പൂച്ചയും ഈ പറയുന്ന ആനയും ചവിട്ടി ഞെരിച്ചു കൊല്ലുമ്പോൾ ഒരു മടിയും കൂടാതെ ജനങ്ങൾ ഇതാണ് മനസ്സിലാക്കേണ്ടത്. അതിൽ നിന്ന് ഈ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഈ വിഷയത്തോടുള്ള ഈ സർക്കാരിൻ്റെ നിലപാട് ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. എനിക്ക് ബഹുമാനപ്പെട്ട UDFൻ്റെ നേതൃത്വം, പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരിവിടെ ഇരിക്കുകയാണ്. ഇവിടെ ഒരു നിയമമുണ്ട്. 972 വന്യജീവി സംരക്ഷണ നിയമമുണ്ടാക്കുമ്പോൾ അതിലൊന്ന് 11(1)(a) എന്ന് പറയുന്ന നിയമം, മനുഷ്യരെ ആക്രമിക്കുന്ന, മനുഷ്യരെ കൊല്ലാൻ ശ്രമിക്കുന്ന, മനുഷ്യരെ കൊല്ലുന്ന മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാനുള്ള അധികാരം ആ സംസ്ഥാനത്തെ ചീഫ് വൈൽഡ് ഓഫീസർക്ക് ആ നിയമം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ജനങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ ഇതിനെ കടുവയെ വെടിവെക്കാൻ നിർദ്ദേശം കൊടുത്തത്. പക്ഷേ കേരളത്തിൽ സർക്കാർ ചെയ്യുന്നത് എന്താണ്? ആ നിയമം ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ ഇവിടുത്തെ മുഖ്യമന്ത്രിയും മന്ത്രിമാർക്കും അടക്കം ആ തീരുമാനമെടുത്ത് വൈൽഡ് ലൈഫ് വാർഡനോട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ജീവിക്കണം, നിങ്ങൾ പോയി അതിനെ വെടിവെച്ച് കൊല്ലണം എന്ന് ഉത്തരവ് കൊടുക്കാൻ ത്രാണിയില്ല ഇവിടുത്തെ ഭരണാധികാരികൾക്ക്. ഈ ജനുവരി ഒന്ന് പരിശോധിച്ച് നോക്കൂ നിങ്ങൾ. 9ഓളം മരണങ്ങളാണ് കേരളത്തിലുണ്ടായത്. 7 ആന ചവിട്ടിക്കൊന്നതാണ്. ആ നിയമം ഈ സംസ്ഥാനത്ത് ഈ മാസം ഇംപ്ലിമെന്റ് ചെയ്തിരുന്നെങ്കിൽ 7 ആനയെ വെടിവെച്ച് കൊല്ലാൻ ആ നിയമം അനുശാസിക്കുന്നുണ്ട്. ഇത് കേരളത്തിൽ നടക്കാത്തതുള്ളൂ. ഉത്തരേന്ത്യയിലുണ്ട്, ഗുജറാത്തിലുണ്ട്, പശ്ചിമഘട്ടം, മഹാരാഷ്ട്രയിലെ വടക്ക് കിഴക്കൻ പ്രദേശം, ഇതേപോലെയുള്ള പ്രദേശങ്ങളാ. വെടിവെച്ച് കൊല്ലുന്നു, മനുഷ്യരെ രക്ഷപ്പെടുത്തുന്നു. ഇവിടെ ഫോറസ്റ്റ് തൊടാൻ പറ്റൂല.
കേരളത്തിന്റെ വനനിയമ ഭേദഗതി ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടു. കേരളത്തിൽ വരാനിരിക്കുന്ന UDF ഗവൺമെന്റ് ഏറ്റെടുക്കേണ്ട ഏറ്റവും വലിയ വിഷയം ഇതാണ്. ഇത് ഏറ്റെടുക്കാൻ കഴിയും. 11(1)A ഇംപ്ലിമെന്റ് ചെയ്യത്തക്ക രീതിയിൽ ഇവിടുത്തെ കേന്ദ്ര സർക്കാർ നൽകിയ അധികാരം അത് ഉപയോഗപ്പെടുത്താൻ ഉദ്യോഗസ്ഥന്മാരെ അതിന് പ്രേരിപ്പിക്കുന്ന, അതിന് നിർബന്ധിക്കുന്ന സംവിധാനം വരാനിരിക്കുന്ന ഗവൺമെന്റ് ഇവിടെ ഉണ്ടാക്കണമെന്നാണ് ഈ മലയോര മേഖലയിലെ ജനങ്ങൾക്ക് വേണ്ടി എനിക്ക് പറയാനുള്ളത്. കേന്ദ്ര വന നിയമത്തിലെ പരിഷ്കരണം മറ്റൊരു വിഷയമാണ്. ഷാഫി പ്രസംഗിക്കുന്നത് വഴിയിൽ നിന്ന് ഞാൻ കേട്ടു. ഇടപെടുമെന്ന് പറയുന്നു. കേരളത്തിലെ മുഴുവൻ MP-മാരും ഇടപെടേണ്ട പ്രശ്നമാണ്. രാജ്യത്തെ 13 സംസ്ഥാനങ്ങൾക്ക് ഈ പ്രശ്നം അഭിമുഖീകരിക്കുന്നുണ്ട്. പശ്ചിമഘട്ടത്തിലെ 5 സംസ്ഥാനങ്ങളും രാജ്യത്തിന്റെ ആസാം അടക്കമുള്ള, ഛത്തീസ്ഗഡ് അടക്കമുള്ള വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഇതേ പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. കേരളത്തിൽ UDF അധികാരത്തിൽ വരാൻ പോകുകയാണ്, ഒരു സംശയവുമില്ല. ഞാൻ വരാൻ പോകുന്ന ആ ഗവൺമെന്റിനോട് ഇപ്പോഴേ അഭ്യർത്ഥിക്കുകയാണ്. 2026 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി UDF-നുണ്ടാകുമ്പോൾ ആ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ 13 സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരെ പോയി കണ്ട് 1972 ഈ വന്യമൃഗ സംരക്ഷണ നിയമത്തിൽ ഭേദഗതി വരുത്താനുള്ള തീരുമാനത്തിലേക്ക് ഈ സംസ്ഥാനങ്ങളെ നയിക്കാൻ വരാനിരിക്കുന്ന UDF-ന്റെ മുഖ്യമന്ത്രിക്ക് കഴിയട്ടെ. അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണമെന്ന് ആത്മാർത്ഥമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു കാര്യം, നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. നമുക്കെല്ലാവർക്കും അറിയാം ഏതൊരു ഘട്ടത്തിലാണ് പിണറായിയെ വിട്ട് ജനങ്ങളിലേക്ക് എനിക്ക് ഇറങ്ങേണ്ടി വന്നത് എന്നത്. എല്ലാ സൗകര്യങ്ങളും ഉള്ളപ്പോൾ ജനങ്ങളുടെ വിഷയങ്ങൾ ആവർത്തിച്ച് കത്തുകളിലൂടെയും അല്ലാതെയും മുഖ്യമന്ത്രിയെ നേരിട്ടും പാർട്ടിക്കും നിരവധി കത്ത് കൊടുത്തതാണ്. ഇവിടുത്തെ പോലീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ന്യൂനപക്ഷ സമുദായത്തെ ഈ രാജ്യത്തിന്റെ ജനങ്ങളുടെ മുന്നിൽ മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ ക്രിമിനലുകളുടെ ജില്ലയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള പരിശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്ന് നടക്കുന്നു. ഒരു ബൈക്കിൽ 3 ആൾ പോയാൽ 3 ആളുടെ പേര് കേസ്. രാജ്യത്തിന്റെ പീനൽ കോഡ് സമ്മതിക്കുന്നില്ല. രാജ്യത്തിന്റെ CRPC-യിൽ അതിന് വകുപ്പില്ല. വണ്ടി ഡ്രൈവ് ചെയ്തവന്റെ പേരിൽ കേസെടുക്കാം. പക്ഷേ 3 ആൾ യാത്ര ചെയ്താൽ 3 ആളുടെ പേരിൽ കേസെടുക്കുന്നു. രാജ്യത്തിന്റെ പാർലമെന്റിൽ ഇപ്പോൾ ചോദ്യം വന്നിരിക്കുന്നു. എന്താ ചോദ്യം? ഈ രാജ്യത്ത്, ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുള്ള ജില്ലയുടെ പേരിന് ചോദ്യം വന്നിരിക്കുന്നു. സംശയം നിങ്ങൾ കരുതണ്ട. അതിലേക്കാണ് ഈ കൊണ്ടുവന്നത്. കഴിഞ്ഞ 3.5 കൊല്ലം ഒരുപക്ഷെ ആ ജില്ലയായി മാറാൻ പോകുന്നത് മലപ്പുറം ജില്ലയായിരിക്കും. എന്താ കാരണം? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ജില്ല. അവർ ക്രിമിനലുകളാണ്. അതിനു വേണ്ടിയിട്ട് കഴിഞ്ഞ 3.5 കൊല്ലമായി RSSന്റെ പണിയെടുക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ്. ഇതിനെതിരെയാണ് ഞാൻ സംസാരിച്ചത്. പോലീസ് പണം സമ്പാദിക്കുന്നു. ഇവിടുത്തെ സകലമാന കള്ളക്കേസുകളിലും കള്ളക്കടത്തിലും പോലീസുകൾ പ്രതിയാണ്. പോലീസ് സ്വത്ത് സമ്പാദിക്കുന്നു. തെളിവടക്കം കേരളത്തിന്റെ ADGP അജിത് കുമാർ ഇത്ര കോടി രൂപ സമ്പാദിച്ചിരിക്കുന്നു. ആധാരമടക്കാ കൊടുത്തത്. 33,89,000 ഒരു ഫ്ലാറ്റ് വാങ്ങുന്നു. എങ്ങനെയാ വാങ്ങുന്നത്? നമ്മളൊക്കെ ആധാരം ചെയ്യുമ്പോൾ സർക്കാർ നിശ്ചയിച്ച ഭൂമി നമ്മൾ അതിന്റെ DD കൊടുക്കും, അല്ലെങ്കിൽ ചെക്ക് കൊടുക്കും. അങ്ങനെ പാടുള്ളൂ. അതാണ് നിയമം. 33,80,000 രൂപ പണമായി കൊടുക്കുന്നു ADGP അജിത് കുമാർ. റൊക്കമായി കിട്ടിയെന്ന് ആധാരത്തിൽ എഴുതിയിരിക്കുന്നു. 10ാമത്തെ ദിവസം 65 ലക്ഷം രൂപക്ക് ഫ്ലാറ്റ് വെക്കുന്നു. റിസീവ്ഡ് ബൈ ക്യാഷ്. ഇതെന്ത് നിയമം? കള്ളപ്പണം ഉപയോഗിച്ച് വാങ്ങി ആ കള്ളപ്പണം സ്വീകരിച്ചുകൊണ്ട് വിറ്റു. ഇരട്ടിയിലധികം ലാഭം. ഞാനൊക്കെ ഒരു ഭൂമി കച്ചവടക്കാരനാ. 10 ദിവസം കൊണ്ട് ഇരട്ടി കിട്ടുന്ന ഈ 10-55 വയസ്സിന്റെ ഇടയ്ക്ക് നമ്മൾ ആരും ഇന്നുവരെ കണ്ടിട്ടില്ല. ആ രേഖയാണ് വിജിലൻസിന് കൊടുത്തത്. അപ്പൊ എന്താ വിജിലൻസ് കൊടുത്ത റിപ്പോർട്ട്? അയാൾ സ്വത്ത് സമ്പാദന ഒന്നും നടത്തിയിട്ടില്ല, എല്ലാം റിയലിസ്റ്റിക് ആണെന്ന് റിപ്പോർട്ട് കൊടുത്തു. ഞാൻ വിജിലൻസ് ഡയറക്ടറെ വിളിച്ചു. നിങ്ങൾ ജയിലിൽ പോകേണ്ടി വരും എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളുടെ മുന്നിലാണ് ഈ ആധാരം തന്നത്. 1 മണിക്കൂർ കൊണ്ട് അദ്ദേഹത്തെ നിങ്ങൾക്ക് സസ്പെൻഡ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ അദ്ദേഹത്തിന് ഒരു പ്രശ്നവുമില്ല എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. നിങ്ങൾ ആ വിവരം അറിയൂട്ടോ എന്ന് പറഞ്ഞു. ADGP റിപ്പോർട്ട് മടക്കി. ഇപ്പൊ ഇന്നലെ പത്രത്തിൽ കണ്ടു 2 മാസം കൂടി ചോദിച്ചിരിക്കുന്നു. ഈ രീതിയിലുള്ള അഴിമതി ഇത് കണ്ടതിന്റെ അകത്തിരിക്കണോ? ആ പിണറായിക്ക് വേണ്ടിയല്ല ഞാൻ വോട്ട് ചോദിച്ചത്.
ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി വോട്ട് ചോദിച്ച് 8 വർഷക്കാലം ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളെയും പിണക്കിയവനാ ഞാൻ. ഈ ജനങ്ങൾക്ക് വേണ്ടിയാ. അവസാനം നോക്കുമ്പോ കള്ളനും പോലീസും കൊള്ളക്കാരും എല്ലാം ഒരു സ്ഥലത്താണ്. ഒരു രക്ഷയില്ല. എല്ലാം അഴിമതി. പണമുണ്ടാക്കുന്നതിനുള്ള വേദികൾ, വേലകൾ ഉണ്ടാക്കുക. ഇപ്പതാ ബ്രൂവറി ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇവിടെ അതിനെക്കുറിച്ച് സൂചിപ്പിച്ചു. ഞാൻ ചുരുക്കുകയാണ്. ചില കാര്യം തെരഞ്ഞെടുപ്പ് വരുന്നതുകൊണ്ട് നിലമ്പൂരിലെ ജനങ്ങളോട് പറയാനുള്ളത് കൊണ്ട് മാത്രം പറയാണ്. ദയവായി അധിക പ്രസംഗമാണ് എന്ന് ധരിക്കരുത്. ആ ബ്രൂവറി ഇന്നലെ ഞങ്ങൾ അവിടെ പോയതാണ്. ഇന്നലെ രാജേഷിന്റെ മന്ത്രിയുടെ പ്രസ്താവന കണ്ടു. പ്രതിപക്ഷത്തിന് 17-ാം തീയതി അങ്ങോട്ട് വിളിച്ചിരിക്കുകയാണ്. നിങ്ങളൊന്ന് പോയി നോക്കണം. കേരളത്തിൽ മരുഭൂമി പോലെ കിടക്കുന്ന പ്രദേശം പാലക്കാട് ജില്ലന്റെ കിഴക്കൻ അതിർത്തികളാ, തമിഴ്നാടുമായി ബന്ധപ്പെട്ട്. ഇവിടെ നമുക്ക് 6 മാസം കിട്ടുമ്പോൾ 2 മാസം മഴ കിട്ടാത്ത സ്ഥലം കേരളത്തിൽ. ഒരു തുള്ളി വെള്ളമില്ല. എന്നിട്ട് ഈ ഒയാസിസിന് വേണ്ടി മാത്രം ഒരു ബ്രൂവറി. ഏത് അഴിമതികൾ ഉന്നയിച്ചാലും ചിരിച്ചു തള്ളു അല്ലേ? ഇന്നലെ മന്ത്രി ഇരുന്ന് നിൽക്കാതെ ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി അതിലേറെ വലിയ ചിരിയാണ്. അപ്പൊ നമ്മുടെ വിഷയം ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കണം. എനിക്ക് തലക്ക് വെളിവില്ലായിട്ട് രാജിവെച്ചല്ല ഞാൻ. ഇവിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ മുഴുവൻ നമ്മളിവിടെ സ്റ്റാറ്റസ് കോ നിലനിർത്തി. യു ഡി എഫ് നിലനിർത്തി, എൽ ഡി എഫ് നിലനിർത്തി. വോട്ടിൽ വലിയ മാറ്റം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ UDF ഉണ്ടായി എന്നൊരു വസ്തുതയാണ്. അത് പോരാ. LDF അനുകൂലമായി വോട്ട് ചെയ്ത നിലമ്പൂരിലെ ജനങ്ങളോട് ഈ തോന്നിവാസം, ഈ അഴിമതി, ഈ ഗുണ്ടായിസം ഈ നാട്ടിൽ നടക്കുന്നു എന്ന് ജനങ്ങളോട് തുറന്നു പറയാനുള്ള ഒരു അവസരത്തിന് വേണ്ടിയാ ഞാൻ രാജിവെച്ചത്. ഇവിടെ വരാനിരിക്കുന്ന 26-ലെ തെരഞ്ഞെടുപ്പിന്റെ ആരംഭത്തിന്റെ പിണറായിസത്തിന്റെ ശവപ്പെട്ടിയുടെ അവസാനത്തെ ആണിക്കല്ല ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് മാറും. നിങ്ങൾ എഴുതി വെച്ചോ. 13-ാം തീയതി ഞാൻ രാജിവെക്കുമ്പോൾ തിരുവനന്തപുരത്ത് പത്രക്കാരോട് പറഞ്ഞത് 30,000 വോട്ടിൽ കുറയാത്ത വോട്ടിന് ഇവിടെ ഇടതുപക്ഷത്തെ തറ പറ്റിക്കുമെന്നാണ്. അത് തറ പറ്റിച്ചിരിക്കും. അതിന് പിന്നിലും മുന്നിലും നിൽക്കേണ്ടവരാണ് നിങ്ങൾ. ജനങ്ങൾക്കിതറിയാം. ജനങ്ങൾ വിളിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, അൻവറാക്കാൻ നിങ്ങൾ മുന്നോട്ട് പോയിക്കോ, ഞങ്ങൾ ഒപ്പമുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് പുറത്തേക്ക് വരാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് പുറത്തേക്ക് വരാൻ കഴിയാത്തത്? കണ്ണുരുട്ടും ഇവർ, റേഷൻ കാർഡ് വെട്ടും ഇവർ, ലൈഫ് പദ്ധതിയെ ലിസ്റ്റിൽ നിന്ന് ഇല്ലാതാക്കും ഇവർ, കുട്ടികളുടെ പഠനം തടസ്സപ്പെടുത്തും, കൊടുത്ത ലോണിന് ജപ്തി നോട്ടീസ് കൊടുക്കും. നാടാകെ ജപ്തിയില്ല. കേരള ബാങ്ക് കൊള്ളയടിക്കാനുണ്ടാക്കിയ ഒരു ബാങ്ക്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇവിടെ ജില്ലാ ബാങ്കൊക്കെ ആയ സമയത്ത് നമ്മളൊക്കെ ഇടപെടുമായിരുന്നു. ഇസ്മായിലൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. മുത്തേടം പൊന്നാരി ഇസ്മായിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഈ നേതാക്കന്മാരൊക്കെ അതിൽ ഇടപെട്ട് അതിലെന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്ത് കൊടുത്ത് ആ സാധുവിനെ രക്ഷിക്കുമായിരുന്നു. ഇന്ന് ഈ ജില്ലയിൽ, സംസ്ഥാനത്തെ മുഴുവൻ ബാങ്കുകളെയും ഒരുമിച്ചാക്കി അതിനൊരു കൊള്ള സംഘമാക്കി മാറ്റി. 254ഓളം ആളുകൾ ജപ്തി ഭീഷണിയിൽ മരണപ്പെട്ട സംസ്ഥാനം. ഈ പണമൊക്കെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? എങ്ങോട്ടാണ് അടിച്ചു മാറ്റുന്നത്? ഈ ബ്രൂവറിയുടെ പിന്നിലുള്ള കോടികളുടെ അഴിമതി കേരളത്തിലെ ജനം ചർച്ച ചെയ്യണ്ടേ? വിറ്റ് തീർക്കുകയാണ്. ഒരു ഭാഗവും ബാക്കിയില്ല. കത്തുന്ന പരക്ക് ഊരുന്ന കഴുക്കോലെന്ന് പഴയ ആളുകൾ പറയുന്നത് അത് തന്നെയാണ്. സംസ്ഥാനം തൊട്ട് ബ്രാഞ്ച് വരെ അഴിമതിയാണ്. കൈക്കൂലി കൊടുക്കാതെ ഒരു ഓഫീസിൽ, സർക്കാർ ഓഫീസിൽ നിങ്ങൾക്കൊരു നികുതി അടച്ചു കിട്ടാറുണ്ടോ? കിട്ടും. 10 പ്രാവശ്യം പോകണം. ഒരു നികുതി. വലിയ വർത്താനം മുഖ്യമന്ത്രി പറയുന്നുണ്ടല്ലോ. എന്ത് നീതിയാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഈ ഗവൺമെന്റ് നൽകിയിട്ടുള്ളത്? എന്ത് നീതിയാണ്? ഒരു സർക്കാർ ഓഫീസിലും ജനങ്ങൾക്ക് കയറി ഇറങ്ങാൻ വഴിയാ. അധികാരത്തിന്റെ ഉദ്യോഗസ്ഥ ഭരണം. സഖാക്കൾക്ക് പാർട്ടി ഓഫീസിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് കയറാൻ പറ്റില്ല എന്ന് ഞാൻ അന്ന് പറഞ്ഞതാണ്. പോലീസ് സ്റ്റേഷൻ മാത്രമല്ല, പഞ്ചായത്ത് ഓഫീസ്. ഇതാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരൊക്കെ അനുഭവിക്കുന്ന പ്രയാസം, ഉദ്യോഗസ്ഥന്മാരുടെ ധിക്കാരം, അഹങ്കാരം. ഇതിനെതിരെയാണ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മൾ വോട്ട് ചെയ്യേണ്ടത്. ഈ ജനങ്ങളെ വിശ്വസിച്ചിട്ടാണ് കേരളത്തിലെ 3.5 കോടി ജനങ്ങളോട് ഈ പറയുന്ന 30,000-ൽ കുറയാത്ത വോട്ടിന് ഈ നിലമ്പൂരിൽ പിണറായിസത്തിന്റെ അവസാനത്തെ ആണിയടിക്കും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ ഉദ്ഘാടന ജാഥയായി ഈ ജാഥ മാറണം. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട്
നമ്മളെ സംബന്ധിച്ച് ഇനി ഒരു നിമിഷം ആലോചിക്കാനില്ല. തെരഞ്ഞെടുപ്പ് വരാതിരിക്കാനുള്ള ചില ശ്രമങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നടത്തിയെങ്കിലും ഇന്നലെ അത് പരാജയപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ രീതിയിലാണ് പോകുന്നതെങ്കിൽ കോടതിയെ നമ്മൾ സമീപിക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾ തയ്യാറായി നിൽക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്ക് ഇറങ്ങണം. ഈ ഇരിക്കുന്നവർ 10 വോട്ട് പിടിച്ചാൽ 30,000 വോട്ട് ഉണ്ടാക്കാൻ, ഭൂരിപക്ഷം ഉണ്ടാക്കാൻ ജനം ഇവിടെ തന്നെയുണ്ട്. ഇത് ഈ നാടിന്റെ വികാരമാണ്. നിലമ്പൂരിന്റെ മാത്രമല്ല, കേരളത്തിന്റെ വികാരമാണ്, മലയോര കർഷകരുടെ വികാരമാണ്. ഇവിടെ നാടാകെ ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് സൂചിപ്പിച്ചതുപോലെ ഇവിടെ മദ്യമൊഴുക്കുകയാണ്. മയക്കുമരുന്ന് കച്ചവടക്കാരാണ്. ഞാൻ കൊടുത്ത പരാതിയിലെ ഒരു പരാതി, കേരളത്തിന്റെ പോലീസിന്റെ ഒരു വിഭാഗം ഈ മയക്കുമരുന്ന് സംഘങ്ങളുമായി കൂടി കച്ചവടം ചെയ്യുന്നു. അന്വേഷിക്കണം. അന്വേഷണം ഇതുവരെ അവിടെ പോയിട്ടില്ല. അമ്മമാരെ വെട്ടിക്കൊല്ലുന്നു മക്കൾ, അച്ഛനെ കുത്തിക്കൊല്ലുന്നു മക്കൾ. മക്കളെ ഭയപ്പെട്ടിട്ട് ബെഡ്റൂമിന് 4 ലോക്ക് വെച്ച വീടുകൾ ഈ നിലമ്പൂർ മണ്ഡലത്തിലുണ്ട്. അമ്മയെ ബലാത്സംഗം ചെയ്യുന്നു മക്കൾ, പെങ്ങളെ വ്യഭിചരിക്കുന്നു മക്കൾ. ആകണ എവിടെ എത്തി ഈ നാട്? ഒരിടപെടലുണ്ടോ ഗവൺമെന്റ്? എവിടെ എക്സൈസ് വകുപ്പ്? തെരഞ്ഞിട്ട് കാണാനുണ്ടോ? കേരളത്തിലെ അമ്മമാരുടെ ഈ പരാതി പരിഹരിക്കാൻ കുടുംബങ്ങൾ മുഴുവൻ താറുമാറാകുകയാണ്. യുവാക്കൾ മുഴുവൻ വഴിതെറ്റുകയാണ്. തിരുത്താൻ ആളില്ല, തടുക്കാൻ ആളില്ല, നോക്കാൻ ആളില്ല. അപ്പോഴും ഇവിടെ മദ്യശാലകൾ ഒഴുക്കാനും പുതിയ ബ്രൂവറികൾ കൊണ്ട് കേരളത്തിലെ മദ്യം കൊണ്ട് മൂടി കോടികൾ കൈക്കൂലി വാങ്ങി പണം നൽകി തെരഞ്ഞെടുപ്പിനെ മറികടക്കാൻ CPM നടത്തുന്ന ഈ നീക്കങ്ങൾ കണ്ടില്ല എന്ന് ഇനി നമുക്ക് കഴിയില്ല. സ്ത്രീകൾ രംഗത്തിറങ്ങണം. ഈ മദ്യത്തിനും മയക്കുമതിനുമെതിരെ സ്ത്രീകൾ രംഗത്തിറങ്ങണം. ബഹുമാനപ്പെട്ട UDF നേതൃത്വത്തോട് എനിക്ക് പറയാനുള്ളത്, ഈ ജാഥ അവസാനിച്ചാൽ മറ്റൊരു ജാഥ ആരംഭിക്കണം. അത് ഈ മയക്കുമരുന്നിനെതിരെയാണ്. അത്രയും സീരിയസ് ആയി നമ്മുടെ 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളെ പോലും സ്വാധീനിച്ചിരിക്കുന്നു. കച്ചവടക്കാർ പെൺകുട്ടികൾ കച്ചവടത്തിൽ ഇടപെടുന്നു. ഈ എടക്കരങ്ങാടിയിൽ സെറീന ഇതാ ഇവിടെ തലയാട്ടുന്നു. മുൻ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്. പലപ്പോഴും ഞങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെ ഈ 1 കിലോമീറ്ററിൽ ഇപ്പൊ തപ്പിയാൽ വേണമെങ്കിൽ ഒരു 100 കിലോ കിട്ടും. അറിയോ നിങ്ങൾക്ക്? ആരാ സഹായിക്കുന്നത്? ആരാ പിന്തുണയ്ക്കുന്നത്? ഇവിടുത്തെ പോലീസിന്റെ ഒരു വിഭാഗം. ആരാണ് കച്ചവടക്കാർ? ഞാൻ കൊടുത്ത പരാതിയിൽ പോലീസ് ജീപ്പിൽ ഈ മയക്കുമരുന്ന് കടത്തുന്നതിന്റെ വീഡിയോ അടക്കം കൊടുത്തത് അവർ അന്വേഷണം ഉണ്ടോ? ആരെങ്കിലും അന്വേഷിച്ചോ? ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവേ, താങ്കൾ നിലപാടെടുക്കുന്ന നേതാവാണ്. താങ്കൾ എടുക്കുന്ന പല നിലപാടുകളും ഈ നാടിന്റെ പൊതുനന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈ വിഷയത്തിൽ നിങ്ങളൊരു നിലപാടെടുക്കണം. ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കം UDFന്റെ മുഴുവൻ നേതാക്കളും എടുക്കുകയാണ്. അതിഗൗരവമായ ഒരു വിഷയമായി ഈ മയക്കുമരുന്ന് ഈ സംസ്ഥാനത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യാൻ എങ്ങനെ അതിനെ ജനങ്ങളെ കൂട്ടി അതിനെ ഡിഫെൻഡ് ചെയ്യാൻ കഴിയും എന്ന് ഗൗരവമായി ആലോചിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാനും അത് തടയാനുമുള്ള പദ്ധതികളുമായിട്ട് UDF മുന്നോട്ട് വരണം. കേരളത്തിലെ ജനകോടികളുടെ പിന്തുണ അതിനുണ്ടാകും. ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിന്റെ മക്കൾ സ്ഥാനാർത്ഥി ആരായാലും ആ സ്ഥാനാർത്ഥി ഇവിടെ 30,000 വോട്ടിന് ജയിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം നിങ്ങളെ കണ്ടുകൊണ്ടാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്. ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ നിങ്ങളെല്ലാവരും ഒപ്പമുണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഈ യോഗത്തിൽ വരാൻ, സംസാരിക്കാൻ അതിന് അനുമതി നൽകിയ ഞാൻ ചോദിച്ചിട്ട് തന്നെ വന്നത്. ഞാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ മിനിയാന്ന് എന്താ പറയാ മാനന്തവാടി വെച്ച് കണ്ടു. അപ്പൊ ഒരു സമ്മാനം കൂടി ഉണ്ട്. ഞാൻ പെട്ടെന്ന് പറയാൻ മറന്നുപോയി. അവിടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. മാനന്തവാടിയിൽ LDF ആയിരുന്നു ഭരിച്ചിരുന്നത്. അവിടെ ഒരു സീറ്റിന്റെ വ്യത്യാസത്തിനായിരുന്നു LDF ഭരിച്ചിരുന്നത്. അവിടെ ഉണ്ടായിരുന്ന ബെന്നി എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര മെമ്പർ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നപ്പോൾ പറഞ്ഞു അവിശ്വാസം കൊടുക്കണം. അവിശ്വാസം കൊടുത്തു. LDFന്റെ ഭരണസമിതി പോയി. ഇപ്പോ 1 മണിക്കൂർ മുമ്പ് അവിടെ വോട്ടെടുപ്പായിരുന്നു. ആ വോട്ടെടുപ്പ് കഴിഞ്ഞു. LDFനെ പുറത്താക്കി UDFന്റെ ലക്ഷ്മി എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ ST പ്രതിനിധി അവിടെ പഞ്ചായത്ത് പ്രസിഡന്റായി നോമിനേറ്റ് ചെയ്തിട്ട് ഇപ്പൊ 20 മിനിറ്റായി. അപ്പൊ തറവാട്ടേക്ക് വന്നപ്പോ ഞാൻ ഒന്നും കൊടുന്നില്ലെന്ന് ആരും പരാതി പറയണ്ട. അപ്പോ തറവാട്ടേക്ക് ചെറിയൊരു സമ്മാനമായിട്ടാണ് വന്നിട്ടുള്ളത്. എന്തായിരുന്നാലും
ഇനിയും ചില്ലറ സമ്മാനങ്ങൾ ഈ പരിസര പ്രദേശത്തൊക്കെ വരാനുണ്ട് എന്നുകൂടി ബഹുമാനപ്പെട്ട UDF നേതൃത്വത്തെ അറിയിക്കുന്നതോടൊപ്പം ഇതിൽ പങ്കെടുക്കാനും സംസാരിക്കാനും അനുമതി നൽകിയ സഹായിച്ച ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഷിബു ബേബി ജോൺ, CP ജോൺ തുടങ്ങിയ മുഴുവൻ നേതാക്കളും ഇവിടെയുണ്ട്. അവരോടൊക്കെ ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് ഞാനൊരു വാപ്പാക്ക് ജനിച്ചവനാണ്. നിങ്ങളോടൊപ്പം ഈ പോരാട്ടത്തിന് മുന്നിൽ ഒരു അനുയായിയായി ഉണ്ടാകും. ഈ ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഉറപ്പ് നൽകിക്കൊണ്ട് ഞാനൊരു വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. UDFന്റെ സംസ്ഥാന കൺവീനർ ശ്രീ MM ഹസൻ അവർ സംസാരിക്കും. പ്രിയപ്പെട്ട അധ്യക്ഷൻ, UDFന്റെ നിയോജക മണ്ഡലം ചെയർമാൻ ശ്രീ ഇക്ബാൽ, മലയോര സമരയാത്രയുടെ നായകൻ പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത പ്രതിപക്ഷ ഉപനേതാവ് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഈ മലയോര സമരയാത്രയിൽ ഇവിടെ നേരത്തെ പ്രസംഗിച്ച UDFന്റെ പ്രിയങ്കരരായ ഘടകകക്ഷി നേതാക്കളെ, ശ്രീ ഷാഫി പറമ്പിൽ MP, MLA മാരായ PK ബഷീർ, UA ലത്തീഫ്, ഇപ്പോൾ ഈ യാത്രയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ വേദിയിലേക്ക് കടന്നു വന്ന മുൻ MLA ശ്രീ PV അൻവർ, UDFന്റെ നേതാക്കളായ ശ്രീ VS ജോയി, ശ്രീ അജയൻ, ശ്രീ അഷ്റഫ് കോക്കൂർ, പ്രിയങ്കരനായ MLA ശ്രീ MP അനിൽകുമാർ, ഈ വേദിയിലുള്ള ശ്രീമതി ഷാലിമോൾ ഉസ്മാൻ ഉൾപ്പെടെയുള്ള നേതാക്കളെ, പ്രിയമുള്ള സഹോദരിമാരെ, സഹപ്രവർത്തകരെ, ഞാനൊരു പ്രസംഗത്തിലല്ല നിൽക്കുന്നത്. പ്രതിപക്ഷ നേതാവിൻ്റെ ഈ സമരയാത്രയെക്കുറിച്ച് വളരെ വിശദമായി, വന്യമൃഗ ആക്രമണത്തിൽ ആളുകൾ കൊല്ലപ്പെടുന്നത് പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്. നിയമസഭയിൽ തന്നെ നമ്മുടെ MLA മാർ ചോദിച്ച ചോദ്യത്തിന് ഔദ്യോഗികമായി കൊടുത്ത കണക്ക് 2016 മുതൽ ഇന്നലെ വരെ 1000-ലധികം ആളുകൾ വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാവണം. നമ്മൾ ഈ സമരയാത്ര പ്രഖ്യാപിച്ചത് പ്രധാനമായും അതിഗുരുതരമായ സാമൂഹ്യ പ്രശ്നമായി വന്യമൃഗ ആക്രമണം മലയോര ജനങ്ങളുടെ ജീവിതത്തിന് മുമ്പിൽ തുടിച്ചു നിൽക്കുമ്പോഴാണ് പിണറായി സർക്കാർ ഒരു വന നിയമ ഭേദഗതി നിയമം കൊണ്ടുവന്നു. അത് ചാപിള്ളയായി പോയതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് അതിശക്തമായി അതിനെ പരാജയപ്പെടുത്തുമെന്ന് UDF പ്രഖ്യാപിച്ചു. പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, UDFന്റെ ഈ സമരപ്രഖ്യാപനത്തിൻ്റെ ഭാഗമായി ആ നിയമം ഞങ്ങൾ നിയമസഭയിൽ അവതരിപ്പിക്കില്ല. നിയമസഭ ആരംഭിക്കുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി ആ നിയമം പിൻവലിക്കാൻ നിർബന്ധിതനായി. ഈ സമരം പ്രധാന ആവശ്യം അതായിരുന്നുവെങ്കിലും അതിനേക്കാൾ പ്രധാനമായ 3 ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്. വന്യമൃഗ ആക്രമണത്തിൽ നിന്ന് മലയോര ജനതയെ, മലയോര കർഷകരെ രക്ഷിക്കുക. കേരളത്തിലെ കർഷകർ, പ്രത്യേകിച്ച് നമ്മുടെ മലയോര കർഷകർ ഉൾപ്പെടെയുള്ള ആളുകൾ കാർഷിക മേഖലയിൽ നേരിടുന്ന തകർച്ച, അതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാവണം. ബഫർ സോൺ വിഷയത്തിൽ സുപ്രീം കോടതി വിധി ഉണ്ടായിട്ടും UDF ഗവൺമെന്റിന്റെ കാലത്ത് ശക്തമായ നിലപാടെടുത്തതാണ്. 0 പോയിന്റായി ബഫർ സോൺ പ്രഖ്യാപിക്കണമെന്ന ആവശ്യം 1.5 കൊല്ലമായിട്ടും അതിന് പരിഹാരം ഉണ്ടായിട്ടില്ല. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തുന്ന ഈ മലയോര സമരയാത്ര ഞങ്ങൾ 25-ാം തീയതി ഇരിക്കൂറിലെ കരുവഞ്ചാലിൽ നിന്ന് ആരംഭിച്ചു. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസം നടന്ന മേപ്പാടിയിൽ നടന്ന മലയോര സമരയാത്രയുടെ സമ്മേളനത്തിൽ വയനാടിൻ്റെ MP ശ്രീമതി പ്രിയങ്ക ഗാന്ധി പണിക്കർ അവരവിടെ പ്രഖ്യാപിച്ചതെന്താണെന്നറിയാമോ? ഇവിടെ അൻവർ സൂചിപ്പിച്ചല്ലോ, കേന്ദ്ര നിയമം നടപ്പിലാക്കുന്നതിന് ഇപ്പോൾ ഒരു തടസ്സവുമില്ല എന്നുള്ളതിന് തെളിവാണ്
രാധ എന്ന ആദിവാസി പെൺകുട്ടിയെ കടുവ കടിച്ച് കൊലപ്പെടുത്തിയപ്പോൾ വെടിവെക്കാൻ ഉത്തരവിട്ടു. അവിടെ പോയ ഈ മന്ത്രിസഭയിലെ കേളുമന്ത്രിയെ ജനങ്ങൾ തടഞ്ഞു വെച്ചു. വനം വകുപ്പ് മന്ത്രിക്ക് അവിടെ കാലുകുത്താൻ ആളുകൾ അനുവാദം കൊടുക്കണമെങ്കിൽ കടുവയെ വെടിവെക്കാൻ ഉത്തരവ് കൊടുക്കണമെന്ന് പറഞ്ഞു, കൊടുത്തു. ഈ വനനിയമ ഭേദഗതി ബിൽ പിൻവലിക്കുന്ന കാര്യം പ്രഖ്യാപിച്ച പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പത്രക്കാരുടെ ചോദ്യത്തിന് ഉത്തരം പറയുകയാണ്. കേന്ദ്ര നിയമം വെടിവെക്കാൻ അനുവാദം നൽകുന്നില്ല. 6 പേരുടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കണം, ആ കമ്മിറ്റി കൂടണം, അത് ആലോചിക്കണം. ആ ഉത്തരവ് കിട്ടുന്നത് വരെ കടുവ അവിടെ നിൽക്കുമോ, ആരെ അവിടെ നിൽക്കുമോ എന്ന് ചോദിച്ച് മുഖ്യമന്ത്രി ഊറിച്ചിരിക്കുന്നു. ഊറിച്ചിരിച്ച പിണറായി വിജയന്റെ ഗവൺമെന്റ് രാധ എന്ന ആദിവാസി സ്ത്രീ മരിച്ച കടുവ കടിച്ചു കൊന്നപ്പോൾ ജനവികാരത്തിന്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാനാവാതെ ഉത്തരവ് കൊടുത്തില്ലേ? നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമല്ലേ തമിഴ്നാട്? അവിടെ 72 വനനിയമം അനുസരിച്ച് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ വെടിവെക്കാൻ അനുവാദം കൊടുക്കുന്നു. ശ്രീ അൻവർ ഇവിടെ പറഞ്ഞു 11/1/72 വന നിയമത്തിൽ, വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഉള്ള വ്യവസ്ഥയാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ആ വ്യവസ്ഥ നടപ്പിലാക്കുന്നതിന് സംസ്ഥാനങ്ങൾക്ക് ആ അധികാരം ഡെലിഗേറ്റ് ചെയ്യാൻ അതേ നിയമത്തിൽ 5(2) എന്ന ഒരു വകുപ്പ് കൂടിയുണ്ട്. ആ വകുപ്പ് ഉപയോഗിച്ചാണ് കഴിഞ്ഞ ദിവസം ഇവിടെ വെടിവെക്കാൻ അനുവാദം കൊടുത്തതും തമിഴ്നാട്ടിൽ വെടിവെക്കാൻ അവർ തീരുമാനമെടുത്തു. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും അതിനനുസരിച്ച് ആ തീരുമാനം നടപ്പിലാക്കുന്നു. പ്രിയങ്ക ഗാന്ധി മേപ്പാടിയിൽ ഒരു കാര്യം പ്രഖ്യാപിച്ചു. ഇനി ഈ വന്യമൃഗങ്ങളെ ആക്രമിക്കാൻ ആ നിയമമനുസരിച്ച് സംസ്ഥാന ഗവൺമെന്റിന് കേന്ദ്രത്തിന്റെ എന്തെങ്കിലും തരത്തിലുള്ള അനുമതി വേണമെങ്കിൽ, നിയമത്തിന് ആവശ്യമായ ഭേദഗതി വേണമെങ്കിൽ കേരളത്തിൽ നിന്ന് ജയിച്ചുപോയ 18 എംപിമാർ അവർ പറഞ്ഞത് എന്റെ നേതൃത്വത്തിൽ, പ്രിയങ്കാജിയുടെ നേതൃത്വത്തിൽ അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ ശക്തമായി അതിനുവേണ്ടി വാദിക്കുകയല്ല, അത് യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യം ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുക. ആ ആവശ്യം നിറവേറ്റാൻ വേണ്ടി ഏതറ്റം വരെയും മുമ്പോട്ട് പോകാനുള്ള തീരുമാനത്തിന്റെ ഭാഗമാണ് ഈ മലയോര സമരയാത്ര. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുക. മലയോര ജനത വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന് മുമ്പിൽ പകച്ചു നിൽക്കുന്നു. അവർ ഭീതിയുടെ മുൾമുനയിലാണ് ജീവിക്കുന്നത്. ഈ മരണ ഭയം കൊണ്ട് അവർക്ക് വാസ്തവത്തിൽ മരണഭയം കൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നതിന്റെ ബുദ്ധിമുട്ട് നമുക്കറിയാം. മരണം വന്നാൽ മരിക്കും, പക്ഷേ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് മരണഭയം കൊണ്ട് ജീവിക്കുന്ന മലയോര ജനത ഒറ്റയ്ക്കല്ല, അവരോടൊപ്പം UDF ഉണ്ട്. നിങ്ങളെ രക്ഷിക്കുന്നത് വരെ, ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കുന്നത് വരെയുള്ള പോരാട്ടത്തിൽ നമ്മളെല്ലാം ഒറ്റക്കെട്ടായി മുന്നേറും. അതിന് പിന്തുണയുമായി വരുന്ന എല്ലാവരെയും നമ്മൾ പൂർണ്ണമായും ഈ യാത്രയിൽ സഹകരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചത്. നിലമ്പൂരിൽ ഇന്ന് രാവിലെ ഇവിടെ കൂടിയ നിങ്ങളെല്ലാവരെയും ഇത്രയും വലിയ ആവേശകരമായ ഒരു യാത്രയ്ക്ക് പിന്തുണ നൽകിയ നിങ്ങളെല്ലാവരെയും UDFന്റെ പേരിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ജയ് ഹിന്ദ്. 1-2 നേതാക്കളുടെ ചെറിയ സംസാരങ്ങൾക്ക് ശേഷം നേതാക്കളെ ഹാരാർപ്പണം ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. മറ്റു പ്രയാസങ്ങൾ ഉണ്ടാക്കാത്ത വിധത്തിൽ ആളുകൾ ഒതുങ്ങി നിൽക്കണം എന്നറിയിക്കുന്നു. AP അനിൽകുമാർ MLA ടോക്കൽ. ഞാൻ ആതിഥേയനാണ്, അതുകൊണ്ട് സംസാരിക്കുന്നില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ മലയോര സമരയാത്രയ്ക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുകയാണ്. DCC പ്രസിഡന്റ് VS ജോയ്. പ്രിയപ്പെട്ട നേതാക്കളെ, സഹപ്രവർത്തകരെ, സംസാരിക്കുന്നില്ല. പ്രതിപക്ഷ നേതാവിന് KPSTയുടെ മലപ്പുറത്തെ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടതുണ്ട്. ഉച്ചവെയിലായി മലനാടും ഇടനാടും തീരപ്രദേശങ്ങളൊക്കെ നേരിടുന്ന ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രതിപക്ഷം നടത്തുന്ന ജനകീയ സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഈ മലയോര യാത്ര ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. ഇത് ഈ നാട് ഏറ്റെടുത്തു എന്നതിന്റെ തെളിവാണ്. കാട്ടാനയുടെ ആക്രമണത്തിൽ മരിച്ച നമ്മുടെ മണിയുടെ
ഭാര്യയും മക്കളും ഇവിടെ എത്തി, സരോജിനിയുടെ ഭർത്താവും അമ്മയും ഇവിടെ എത്തി. ഈ നാട് ഒറ്റക്കെട്ടായി ഒരു മനസ്സോടെ ഈ ധർമ്മസമരത്തിൽ പ്രതിപക്ഷ നേതാവിനോടൊപ്പം ഉണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന ഈ സമ്മേളനത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട സന്ദീപ് വാര്യർ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും വിപണിയിൽ സ്നേഹത്തിന്റെ കട തുറന്ന് നമ്മുടെ മതേതര ചേരിയിലേക്ക് കടന്നു വന്ന സന്ദീപ് വാര്യരുടെ ചുവട് പിൻപറ്റി പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ യുവമോർച്ചയുടെ മുൻ ജനറൽ സെക്രട്ടറി അർജുൻ തത്തമംഗലത്ത് നമ്മുടെ മതേതര ചേരിയിലേക്ക് കടന്നു വരികയാണ്. അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവ് ഈ വേദിയിൽ വെച്ച് ഷാളണിയിച്ച് സ്വീകരിക്കും. പ്രതിപക്ഷ നേതാവ് ജാഥയുടെ ക്യാപ്റ്റൻ ശ്രീ വി ഡി സതീശൻ അവർകൾ നമ്മെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും. ഏറ്റവും പ്രിയപ്പെട്ട ഷെയ്ഖ്പാൽ, പ്രിയങ്കരായ പ്രതിപക്ഷ ഉപനേതാവ് CPK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, വേദിയിലുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ, സഹപ്രവർത്തകർ, ഈ ശബ്ദം വളരെ കുറവാണ്, ദീർഘമായ പ്രസംഗത്തിനൊന്നും മുതിരുന്നില്ല. ഐക്യ ജനാധിപത്യ മുന്നണി യോഗം ചേർന്ന് മലയോര സമരയാത്ര നടത്തണമെന്ന് തീരുമാനിച്ചതാണ്. 2 മാസം കഴിഞ്ഞിട്ട് മതി, അസംബ്ലി കഴിഞ്ഞിട്ട് മതി എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചിരുന്നത്. പക്ഷേ നിലമ്പൂരിൽ സരോജിനിയുടെയും അതുപോലെ മണിയുടെയും ആന ചവിട്ടിക്കൊന്ന സംഭവമുണ്ടായി സംസ്ഥാനത്തുടനീളം പരിഭ്രാന്തി വന്നപ്പോൾ ബഹുമാന്യനായ ശ്രീ PK കുഞ്ഞാലി സാഹിബാണ് എന്നെ വിളിച്ച് നമുക്ക് അടിയന്തരമായി ഈ കാര്യത്തിൽ ഇടപെട്ട് വേണ്ടത് ചെയ്യണം എന്ന് പറഞ്ഞത്. അതേ തുടർന്നാണ് ഞങ്ങൾ UDF നേതാക്കൾ എല്ലാവരും ചേർന്ന് 2 മാസം കഴിഞ്ഞ് വയ്ക്കാൻ തീരുമാനിച്ചിരുന്ന ഈ സമരയാത്ര പെട്ടെന്ന് നടത്താൻ തീരുമാനിച്ചത്. മണിയുടെയും സരോജിനിയുടെയും കുടുംബാംഗങ്ങൾ സാക്ഷ്യം നിർത്തിക്കൊണ്ടാണ് ഈ പരിപാടി ആരംഭിച്ചത്. മലയോരത്ത് മുഴുവൻ സങ്കടങ്ങളാണ്. ഞാൻ അഭിമാനത്തോടെ പറയുന്നു, കഴിഞ്ഞ 3.5 വർഷക്കാലം മലയോരത്തെ സങ്കടങ്ങൾ ഞങ്ങൾ നിരവധി പ്രാവശ്യം നിയമസഭയിൽ കൊണ്ടുവന്നു. ഒരു നിയമസഭാ സമ്മേളനം പോലും മലയോരത്തെ സങ്കടം പറയാതെ ഞങ്ങളെ കടന്നു പോന്നിട്ടില്ല. പക്ഷേ നിസ്സംഗതയാണ്, ഇവിടെ സി അൻവർ സൂചിപ്പിച്ചു, നിസ്സംഗതയാണ്. ഞാൻ മന്ത്രിയായതുകൊണ്ടാണോ കാട്ടിൽ നിന്ന് ആന ഇറങ്ങുന്നത് എന്ന് ചോദിക്കുന്ന ഒരു വനം മന്ത്രിയാണ് കേരളത്തിലുള്ളത്. ഇവിടെ ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല, ഭീതിയാണ്, കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നില്ല.
ഉപയോഗിച്ച് വന്യമൃഗങ്ങളെയും മനുഷ്യ അധിവാസ കേന്ദ്രങ്ങളെയും വേർതിരിക്കുകയാണ്. ദൈവ സഹായിച്ച് കേരളത്തിലെ വനം വകുപ്പ് ഇന്ന് വരെ ഇങ്ങനെ ഒരു കാര്യമുണ്ടോ എന്ന് പോലും അന്വേഷിച്ചു പോയിട്ടില്ല. ചില സ്ഥലങ്ങളിൽ ഇന്ന് പ്രഖ്യാപനം കണ്ടു. ഞങ്ങൾ ജാഥയുടെ ഒരു ആവശ്യമായിരുന്നു, വനത്തിനകത്ത് കൂടുതൽ ഭക്ഷണമുണ്ടാകുന്ന വെള്ളമുണ്ടാകുന്ന സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം. ഇന്നിപ്പോൾ പ്രഖ്യാപനം കണ്ടു ചെയ്യുമെന്ന്. ഈ ജാഥ തുടങ്ങിയപ്പോൾ ഒന്നാമത്തെ ആവശ്യം നിർദ്ദിഷ്ട വന നിയമം പിൻവലിക്കണമെന്നായിരുന്നു. എന്തായിരുന്നു വന നിയമത്തിൽ? അമിതമായ അധികാരങ്ങൾ വനപാലകർക്ക് കൊടുക്കുക. ഞങ്ങൾ കർശനമായ നിലപാട് UDF എടുത്തു. ഞങ്ങൾ പറഞ്ഞു, ഈ വന നിയമം കർഷക വിരുദ്ധ, ആദിവാസി വിരുദ്ധ ഈ വന നിയമം അവതരിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ഈ ജാഥ പ്രഖ്യാപിച്ച് ഒരാഴ്ചക്കുള്ളിൽ അത് പിൻവലിച്ചുകൊണ്ടുപോയി ഗവൺമെന്റ്. ഈ ജാഥയുടെ ഒന്നാമത്തെ വിജയമായി ഞാനതിനെ കണക്കാക്കുന്നു. കാർഷിക മേഖല മുഴുവൻ തകർച്ചയിലാണ്. ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ല, കീടനാശിനിക്ക് വില കൂടി, വളത്തിന് വില കൂടി, തകർച്ചയിലാണ്. അത് രക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ വേണ്ടേ? അതിന്റെ മീതെ ബഫർ സോൺ. ഞങ്ങൾ വനസംരക്ഷണത്തിനെതിരല്ല, ഉറച്ച നിലപാടാ വനസംരക്ഷണത്തിന്. കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ 29.1%, ഏകദേശം 1/3 വനമാണ്. ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണ്. ഇനി വനം വേണ്ട. ഇപ്പോൾ ജനവാസ കേന്ദ്രങ്ങൾ റിസർവ് വനമായി നോട്ടിഫിക്കേഷൻ വരിക, ബഫർ സോൺ വരിക. ബത്തേരി ടൗണും കട്ടപ്പന ടൗണും ഒക്കെ കാടാവുക. അപ്പൊ മനുഷ്യരെങ്ങോട്ട് പോവും? അവർ ജീവിക്കണ്ടേ? ബഫർ സോൺ 0 മതി, വനാതിർത്തിയാണ് ബഫർ സോൺ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള സംസ്ഥാനമാണ് കേരളം. ഇവിടെ അത് വേണ്ട. ഞങ്ങൾ പറഞ്ഞു വന്യജീവി നിയമം ഭേദഗതി വരുത്തണം, സംശയമില്ല. കേരളത്തിൽ നിന്ന് ജയിച്ചു പോയിട്ടുള്ള 18 UDF MPമാരും ശ്രീ ഷാഫിയോട് ഇവിടെയുണ്ട്. അവരെല്ലാവരോടും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇനി മുതൽ പാർലമെന്റിൽ വന്യജീവി നിയമത്തിന് ആവശ്യമായ ഭേദഗതി വരുത്താനുള്ള പോരാട്ടത്തിലായിരിക്കും അവർ. നിയമസഭയിൽ ഞങ്ങളുണ്ട്, പുറത്തും ഞങ്ങളുണ്ടാകും. ഈ ജാഥ നടത്തുന്നത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ സങ്കടങ്ങൾ, മലയോരത്തെ സങ്കടങ്ങൾ, അവരുടെ ദുഃഖങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ, അതുമായി ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനും പിന്നെ നിങ്ങളോടൊരു വാക്കു പറയാൻ, നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങളുണ്ട് കൂടെ നിങ്ങളോടൊപ്പം എന്ന് പറയാൻ വേണ്ടി കൂടിയാണ് ഈ ജാഥ നടത്തുന്നത്. ഇതിന് പരിഹാരമുണ്ടാക്കാൻ 2 ഗവൺമെന്റുകളുടെയും മീതെ UDF സമ്മർദ്ദം ചെലുത്തും. നടന്നില്ലെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട, സമയമൊക്കെ അവസാനിക്കാറായി. ഈ സർക്കാരിന്റെ ഐക്യജനാധിപത്യ മുന്നണി കൊടുങ്കാറ്റ് പോലെ കേരളത്തിൽ തിരിച്ചു വരുമ്പോൾ മലയോരത്തെ ജനങ്ങളുടെ സങ്കടങ്ങൾ പരിഹരിക്കുക എന്നതിനായിരിക്കും ഒന്നാമത്തെ പരിഗണന എന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി UDF നേതാക്കളെ സാക്ഷി നിർത്തി വാക്കു പറയുന്നു. അതായിരിക്കും. ഞങ്ങളുണ്ടാവും നിങ്ങളോടൊപ്പം എല്ലാ സങ്കടങ്ങളിലും പ്രയാസങ്ങളിലും. ഇതിനെല്ലാം പരിഹാരമുണ്ടാകുന്നതുവരെ ഞങ്ങൾ കൂടെ ഉണ്ടാകും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ മറ്റ് വിഷയങ്ങളിലേക്ക് പോകുന്നില്ല. പ്രിയങ്കരനായ നിലമ്പൂരിന്റെ മുൻ MLA കൂടിയായ ശ്രീ PV അൻവർ ഞങ്ങളുടെ ക്ഷണപ്രകാരമാണ് ഈ വേദിയിലെത്തിയത്. ഈ വേദിയിൽ വന്ന് ഈ മലയോര സമര യാത്രയുമായി ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചതിന് അദ്ദേഹത്തിനോട് ഞാൻ ഐക്യജനാധിപത്യ മുന്നണിയുടെ പേരിൽ പ്രത്യേകമായ നന്ദി പ്രകാശിപ്പിക്കുന്നു. തെരഞ്ഞെടുപ്പൊക്കെ നമുക്ക് പിന്നീട് മറ്റ് വിഷയങ്ങളിൽ സംസാരിക്കാം. ഈ ജാഥ മലയോരത്തെ ജനങ്ങളുടെ സങ്കടങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം കൂടിയാക്കി മാറ്റണം എന്നാണ് നിങ്ങൾ ഞങ്ങളോട് പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ വന്നപ്പോൾ നിങ്ങൾ ഹൃദയത്തിൽ ചാലിച്ച ഒരു സ്വീകരണം നൽകിയത്. അതിന് ഞാൻ പ്രത്യേകമായ നന്ദി പറയുന്നു. എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യാം. ഹാരാർപ്പണം ആരംഭിക്കുകയാണ്.
UDFിൻ്റെ നിയോജകമണ്ഡലം കൺവീനർ ശ്രീ NA കരീം, UDF നിയോജകമണ്ഡലം ചെയർമാൻ CH ഇക്ബാൽ, ജില്ലാ ലീഗിൻ്റെ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബു തോപ്പിൽ, കേരള കോൺഗ്രസ് ജോസഫ് പ്രതിനിധി തോമസ് ജോർജ്, പാലോളി മെഹബൂബ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ്, KT കുഞ്ഞാൻ സാഹിബ് മുസ്ലിം ലീഗ് പ്രതിനിധി, TP അഷ്റഫ് അലി യൂത്ത് ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി, KP ജൽസീമിയ വനിതാ ലീഗ് ജില്ലാ പ്രസിഡന്റ്, പുഷ്പോലി ടീച്ചർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്. പേര് വിളിക്കുന്ന ആളുകൾ കടന്നു വന്ന് ഹാരാർപ്പണം നടത്തേണ്ടതാണ്. ശ്രീ OT ജെയിംസ് എടക്കര പഞ്ചായത്ത് പ്രസിഡന്റ്, ശ്രീ ഉസ്മാൻ മൂത്തേടം പഞ്ചായത്ത് പ്രസിഡന്റ്, തങ്കമ്മ നെടുമ്പാടി വഴിക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ്, ഷമീർ പുളിക്കൽ കേരള കോൺഗ്രസ് ജേക്കബ് പ്രതിനിധി, അഡ്വക്കേറ്റ് ഷെറി ജോർജ് നിലമ്പൂർ മുനിസിപ്പൽ UDF കൺവീനർ, നാണിക്കുട്ടി കൂമഞ്ചേരി നിലമ്പൂർ മുനിസിപ്പൽ UDF ചെയർമാൻ, വർഗീസ് എടക്കര നാഷണൽ ജനതാദൾ, K രാധാകൃഷ്ണൻ എടക്കര UDF കൺവീനർ, ആലിക്കുട്ടി എടക്കര UDF ചെയർമാൻ, TK മുജീബ് എടക്കര പഞ്ചായത്ത് മുസ്ലിം ലീഗ് സെക്രട്ടറി, NK കുഞ്ഞുണ്ണി മൂത്തേടം UDF കൺവീനർ, VP റഷീദ് മൂത്തേടം UDF ചെയർമാൻ, സുരേഷ് കരുളായി UDF കൺവീനർ, നാസർ കക്കോടൻ കരുളായി UDF ചെയർമാൻ, താജ സക്കീർ ചുങ്കത്ര UDF കൺവീനർ, പറമ്പിൽ ബാവ ചുങ്കത്ര UDF ചെയർമാൻ, രാജു തുരുത്തേൽ പോത്തുകൽ UDF കൺവീനർ, റഷീദ് എടമ്പലാശ്ശേരി പോത്തുകൽ UDF ചെയർമാൻ, ക്യാമ്പൽ രവി പൂക്കോട്ടുംപാടം UDF കൺവീനർ, അബ്ദു പൂക്കോട്ടുംപാടം UDF കൺവീനർ ചെയർമാൻ, സുനീർ മണൽപ്പാടം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വഴിക്കടവ്, CU ഏലിയാസ് കൺവീനർ UDF വഴിക്കടവ്, MI ഹമീദ് ചെയർമാൻ വഴിക്കടവ് പഞ്ചായത്ത്, കോയണ്ണി വാളശ്ശേരി പഞ്ചായത്ത് മുസ്ലിം ലീഗ് സെക്രട്ടറി, VP ജലീൽ മൂത്തേടം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി, അനീഷ് കരുളായി യൂത്ത് കോൺഗ്രസ്, KDP ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ജില്ലാ പ്രസിഡന്റ് വിളയിൽ സുരേന്ദ്രൻ, KDP സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി സെക്രട്ടറി PPA റഷീദ്, KDP കർഷക ഫെഡറേഷന് വേണ്ടി CMK മുഹമ്മദ്, KDP യൂത്ത് വിഭാഗത്തിന് വേണ്ടി അഡ്വക്കേറ്റ് റൌഫ് വിളയിൽ, KDP പ്രതിനിധി ജോസ് മോൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അനീഷ് കരുളായി, പ്രസിഡന്റ് മഹിളാ കോൺഗ്രസ് എടക്കര ബ്ലോക്ക് TK അഫ്സത്ത്, സെറീന മുഹമ്മദ് അലി വനിതാ ലീഗ് നിലമ്പൂർ നിയോജകമണ്ഡലം, ജസ്മൽ പുതിയറ നിലമ്പൂർ നിയോജകമണ്ഡലം മുസ്ലിം ട്രഷറർ, നാസർ കാങ്കട നിലമ്പൂർ നിയോജകമണ്ഡലം കമ്മിറ്റി, അഫീഫ VP യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി, അമീർ പൊറ്റമ്മൽ യൂത്ത് കോൺഗ്രസ് നിലമ്പൂർ, ജംഷീദ് മൂത്തേടം യൂത്ത് ലീഗ് നിലമ്പൂർ പ്രസിഡന്റ്, അനീഷ് യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി, ഷാനവാസ് പട്ടിക്കാടൻ പ്രവാസി കോൺഗ്രസ്, വേണുഗോപാൽ INTUC നിലമ്പൂർ പ്രസിഡന്റ്, വിജയൻ നീലാമ്പ്ര കർഷക കോൺഗ്രസ്, AP രാജൻ കർഷക കോൺഗ്രസ്, ഹുസൈൻ ചുള്ളിയോട് OICC ജിദ്ദ മലപ്പുറം കമ്മിറ്റി, സണ്ണി കുര്യൻ KSSPA നിലമ്പൂർ, പ്രകാശ് മുപ്പിനി DKDF നിലമ്പൂർ, സുജിനി തിരുരങ്ങാടി മുനിസിപ്പൽ കൗൺസിലർ, ബേബി മുണ്ടക്കയം കർഷക കോൺഗ്രസ് എടക്കര, ഫൈസൽ മെസ്സി യൂത്ത് കെയർ ജില്ലാ കമ്മിറ്റി മലപ്പുറം, KP ലുക്മാൻ യൂത്ത് ലീഗ് നിയോജകമണ്ഡലം കമ്മിറ്റി, ബാലൻ ചുങ്കത്ര ദലിത് ലീഗ് ജില്ലാ കമ്മിറ്റി, ആരോമൽ ശ്രീകാന്ത് KSU അസംബ്ലി കമ്മിറ്റി, അബ്ദുൽ ഗഫൂർ CMP പ്രതിനിധി, അബ്ദുൽ നാസർ CMP പ്രതിനിധി, തോണിയിൽ സുരേഷ് ചാലിയാർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ്, ഹാരിസ് ആട്ടീരി ചാലിയാർ മണ്ഡലം